Is it Cananu 4435558? Yes. Brigadier Rajeshwari Nambiar, please. Yes, speaking. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഡോക്ടർ നരേന്ദ്രൻ. എന്നെ ഓർമ്മയുണ്ടോ ആവോ? പഴയ കൂനൂർ ക്യാമ്പിലെ ഡോക്ടർ നരേന്ദ്രൻ. ഓ, ഡോക്ടർ നരേന്ദ്രൻ. വാട്ട് എ സർപ്രൈസ്. ഒരുപാട് കാലമായല്ലോ കണ്ടിട്ടും കേട്ടിട്ടും. അതെ, ഞാൻ ഷോർട്ട് സർവീസ് കമ്മീഷൻ ആയിരുന്നല്ലോ. അതിനുശേഷം സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ഞാൻ മിസ്റ്റർ നമ്പ്യാരുടെ നമ്പർ വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തിയത്. ഒരു അത്യാവശ്യ കാര്യം പറയാനായിട്ടാണ് ഞാൻ വിളിച്ചത്. സൂസൻ ഇപ്പോ എന്റെ ട്രീറ്റ്മെന്റിലാണ്. അസുഖം കൂടി ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. ജീവപര്യന്ത ശിക്ഷ തീരാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഷീ ഈസ് വെരി സിക്ക്. ഇനി അധിക നാളുണ്ടാകും തോന്നില്ല. മിസ്റ്റർ നമ്പ്യാരെയും മോളെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവസാനത്തെ ആഗ്രഹമാണ്. വരാതിരിക്കരുത്. Good morning, madam. Good morning, Smita. നിന്റെ ഡാഡി കുറച്ച് ദിവസത്തേക്ക് ദൂരെ എവിടെയോ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. വേഗം പോയി 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആവണം. ക്യുക്ക്. ഡ്രൈവർ, വണ്ടിയെ സൈഡിലോട്ട് പോകും. കുറച്ചുകൂടെ പ്രായമായിട്ട് പറയാം എന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പൊ പറഞ്ഞേ പറ്റൂ. അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അവസാനം ഒരച്ഛൻ സ്വന്തം മകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കളവും ഞാൻ പറഞ്ഞു. അമ്മ മരിച്ചുപോയെന്ന്. അങ്ങനെ പറയാവുന്ന നിന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഡാഡി, അമ്മ? യെസ്, ഷീ ഈസ് അലൈവ്. ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിലായിരുന്നു. ഇപ്പോ വളരെ സീരിയസ് ആണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നമ്മളെ രണ്ടുപേരെയും അവസാനമായി ഒന്ന് കാണണമെന്ന്. ഇനി മോള് കൂടുതലൊന്നും ചോദിക്കരുത്. ഡാഡിക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചതിന് മോളുടെ ഡാഡിയോട് ക്ഷമിക്കണം. സൗന്ദര്യം ഇത്തിരി കുറഞ്ഞാലും നല്ല സൗകര്യം വളർന്നാണ് ആലോചന എനിക്ക് സമ്മതിച്ചേക്കുക. സ്ത്രീധനം മാക്സിമം ഇങ്ങ് പോരട്ടെ. 3 പെങ്ങന്മാരെ അയക്കാനല്ലേ നിനക്ക്? എന്തായാലും
രാജേട്ടൻ കെട്ടിയിട്ട് ഞാൻ കെട്ടുന്നു. ആ രാജേട്ടൻ കെട്ടിയിട്ട് നീ കെട്ടിയത് തന്നെ. എനിക്ക് ഈ ഭാര്യ കുട്ടി പരാതിയൊന്നും ശരിയാവില്ലെന്ന് അറിയില്ല നിനക്ക്. മാത്രമല്ല അതിന്റെയൊക്കെ ഒരു പ്രായവും കഴിഞ്ഞു. സ്ത്രീ വിദ്വേഷമൊന്നുമല്ല, സ്ത്രീകളോട് എനിക്ക് വളരെ ഇഷ്ടമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് യങ് ലേഡി. ഐ ആം മേജർ രാജശേഖരൻ നമ്പ്യാർ. യുവർ ഗുഡ് നെയിം പ്ലീസ്. ഐ എം സോറി മേജർ, ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. യു ആർ റൈറ്റ്. താങ്ക് യു. സീ യു അഗൈൻ. അപ്പൊ ചൂടാവുന്ന ഇനമാണ്. സാരമില്ല, പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നീട് നന്നായിട്ട് പരിചയപ്പെടാം. നശിപ്പിച്ചു. എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിയാ, മലയാളി. അത് ശരി. 5-6 മാസത്തേക്കൊന്ന് ഡെറാഡൂണിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ പുതിയ പുതിയ കിളികൾ പറന്നെത്തിയത് അടിയൻ അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ട് ശുശ്രൂഷിക്കൂ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. അതിന്റെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? അതിന്റെ മുഖത്തിന് നീ നോക്കണ്ട, ഞാൻ നോക്കോളാം. എനിക്കിങ്ങനെ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കിടാങ്ങളെയാ ഇഷ്ടം. അതിനൊരു രസമുള്ളൂ. അതെ, എന്താ ഈ മാറപ്രാവിന്റെ പേര്? പേരൊന്നും ഓർക്കുന്നില്ല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ട് 3-4 മാസമായിരുന്നു. നന്നായിട്ട് അറിയാം, പക്ഷെ പേരൊട്ട് ഓർക്കുന്നുമില്ല. വേണ്ട, ഞാൻ തന്നെ തപ്പി പിടിച്ചോളാം. രാജേട്ടാ, തപ്പാനും പിടിക്കാനൊന്നും പോണ്ട. പേര് സൂസന്ന. ആഹാ, പാവ. അത് ഞാൻ വെറുതെ വിട്ടേ. പാവമൊന്നുമല്ല, പക്ഷേ വെറുതെ വിടണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. तुम्हारा कैप ठीक नहीं है. बट मिलाकर रखो. Susanna, 1 minute. യെസ്, വാട്ട് ഡു യു വാണ്ട്? അല്ല, പേര് ചോദിച്ചപ്പോ പറഞ്ഞില്ല, പിന്നെ അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. പേര് ചോദിച്ചാൽ പറയാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ആ, ഇങ്ങനെയൊക്കെയാ കൊച്ചേ മനുഷ്യർ തമ്മിൽ ബന്ധവും പരിചയമൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ പരിചയമായില്ലേ, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എവിടെയാ നാട്, എവിടെയാ വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇതൊക്കെ അറിയാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഒരു സൗന്ദര്യാസ്വാദകൻ അല്ലേ പറയണ്ട. നാടും കൂടും ഒക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതുപോലെ വീണ്ടും വന്ന് കണ്ടോളാം. ഓക്കെ, സീ യു അഗൈൻ. അറിയാമോ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, മറിയാമ്മയ്ക്ക് എന്തോന്ന് വിശേഷം? ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് ജീവിക്കുന്നു. എന്നാലേ പുതിയ കൂട്ടുകാരിക്ക് ഈ നമ്പ്യാർ സാബിന്റെ മൊത്തത്തിലുള്ള ബയോഗ്രഫി ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ കാര്യങ്ങളോട് എളുപ്പമാവും. See you.
ഇതും കൂട്ടി 6-മത്തതാ. ഇനി മതി രാജേട്ടാ. തന്നെയൊരു ബിയർ കൂടെ പറയട്ടെ. ഇത് 2-മത്തതാ. ഇത് തന്നെ അധികം. ഓക്കെ. നമ്പ്യാരെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്നിനെ നോക്കി വെച്ചാൽ ഉടനെ അവർ തന്നെ കൊത്തണമെന്ന് തനിക്ക് എന്താ ഇത്ര നിർബന്ധം? മനസ്സിലായില്ല. അല്ല, താനൊന്ന് വഴിയില്ല പുതിയ രംഗത്തുണ്ടല്ലോ സൂസന്ന, അതിനെ പിടിച്ചേർത്തി എന്തൊക്കെ ചോദിച്ചെന്നോ പറഞ്ഞെന്നോ ഒക്കെ അറിഞ്ഞു. ആണുങ്ങളായ പെൺപിള്ളാരെ വഴി തടഞ്ഞു നിർത്തി പലതും ചോദിച്ചെന്നും പറഞ്ഞെന്നും ഒക്കെ ഇരിക്കും. അല്ലെങ്കിലും പണ്ടേ താൻ കണ്ടുവയ്ക്കും, ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. അതല്ലേ പതിവ്. തനിക്ക് എച്ചിൽ തിന്നടിയോ ഉള്ളൂ. എപ്പോഴും അങ്ങ് എച്ചിൽ തിന്നുമെന്ന് വിചാരിക്കണ്ട, ചിലപ്പോ തിരിച്ചും സംഭവിക്കും. ഓ, അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ഈ മീശ പഠിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് തന്റെ മുമ്പ് ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ഇനി ഇയാൾ എണീച്ച് അപ്പുറത്തെ ടേബിളിലോട്ട് പോയിരിക്കും. ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ചെല്ലേ നിങ്ങൾ തമ്മിൽ എപ്പ കണ്ടാലും ഈ പെണ്ണ് കേസല്ല വേറെ ഒന്നും പറയാനില്ലേ? ഇറ്റ്സ് റിയലി എ ഷെയിം. അല്ലേ തന്നെ ഇവനെ കണ്ട എനിക്കും ചൊറിയും, എന്നെ കണ്ട അവനും ചൊറിയും. എനിക്കിപ്പോ ചൊറിച്ചിൽ മാത്രമല്ല, കഴിക്കുന്ന നല്ല തരിപ്പുണ്ട്. അത്ര തരിപ്പാണ് ചെയ്യാനുള്ള ചെയ്തിട്ട് പോണാ പുല്ലേ. ഓ രാജേട്ടാ, ദേ മേഖല കൈ ചൂട്ടി കാണിച്ച് പേടിപ്പിക്കല്ലേ? വരുമ്പോ പോ. രാജേട്ടാ ഇരിക്കെ, കുടിച്ചു തീർക്കാൻ നോക്ക്, എന്നിട്ട് പോവാം. അപ്പോ സൂസനെ കാണാൻ വീണ്ടും ശ്രമിച്ചു അല്ലേ? ഈ സൂസന്റെ കാര്യത്തിൽ ഇയാൾക്കെന്താ എത്ര വിഷമം? ഇയാളാര് ലോക മനസാക്ഷിയോ? ഇനി അതല്ല, നിനക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടേ പറഞ്ഞു, ഞാനങ്ങ് വിട്ടേക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യവും. പക്ഷേ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പിഴപ്പിച്ചാൽ അതിന്റെയൊക്കെ കണ്ണീര് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞത്. അല്ല, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ സംസാരിച്ചാൽ ബോറാവും. ഓറായി. അതുകൊണ്ട് വേറെ 1 ഡബിൾ ലാർജ്. ऐसा नहीं है, तुम लोग ठीक नहीं कर रहे हैं. मैं दिखाऊंगा. उतरो, मुझे जाओ, पीछे गिर जाओ. देख. How do you feel now, Major? Feeling better, doctor. That's good. We'll continue the same drugs for 3 more days. Yes, doctor. സർവീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അബദ്ധം പറ്റുന്നത്. സത്യത്തിൽ റോപ്പി പിടിച്ച് മുകളിലോട്ട് കയറുമ്പോ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ദിവസവും 5-8 ചുരുട്ടും വലിച്ച് 8-9 പേർക്ക് റമ്മും കുടിച്ചാ പിന്നെ ആരാ ബ്ലാക്ക് ഔട്ട് ആവാണ്ടിരിക്കുക? യെസ്, ദാറ്റ് ഇസ് ട്രൂ. വയസ്സ് 10-40 കഴിഞ്ഞില്ലേ? ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വേണം. ലെസ്സർ ഡ്രിങ്ക്സ് ആൻഡ് ലെസ്സർ സിഗാർ. 1-2 ദിവസത്തിനാവും യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്. സീ യു ടുമോറോ. സീ യു. ഐ വിൽ ജോയിൻ യു ഇൻ ദി ഓഫീസ്. ഓക്കെ. ഈ വീഴ്ച രാജേട്ടനൊരു വാർണിംഗ് ആണ്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡ് ആവണം. എങ്കിലേ ഇപ്പോഴത്തെ ജീവിത രീതികൾക്കൊരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ എന്നും മദ്യപാനവും പെണ്ണുകേസുമായിട്ട് സ്വയം നശിക്കാം. അതെ, ഇങ്ങനെ വീണത് നന്നായി. അതുകൊണ്ട് ഇതുപോലെ ഇവിടെ കിടക്കാൻ വരാനും പുതിയ പുതിയ പൈങ്കിളികളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരമായല്ലോ. ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചിലർ കണ്ടുപഠിക്കും, ചിലർ കൊണ്ടുപഠിക്കും. ഇതിനി ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. പൗലോസേ, 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഏതായാലും ഇയാളൊന്ന് വീണു. എനിക്ക് നന്നായിട്ട് വീണ് കയ്യോലൊടിച്ച് 1 മാസം കിടന്നിരുന്നെങ്കിൽ ശുശ്രൂഷിക്കാനെങ്കിലും ഒരു പെണ്ണ് കെട്ടിയാലോ എന്നുള്ള ചിന്തയെങ്കിലും വന്നേന്. ഇയാളും രക്ഷപ്പെട്ടേന്, ഞാനും രക്ഷപ്പെട്ടേന്. താനെന്തൊരു പിറവിറക്കുന്നേ? ഒന്നുമില്ല സാർ, ഓരോ സമയദോഷങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു.
ചിറ്റപ്പനോ? അതേടാ, ഞാൻ തന്നെ ചിറ്റപ്പൻ. എന്താ നിനക്ക് ഇഷ്ടായില്ലേ? ഒട്ടും ഇഷ്ടമില്ല. കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ. അതേടാ, എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വന്ന് കാണും. അതിനെനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ടടാ. മാറി നിൽക്കടാ, ഞാൻ എന്റെ ചെക്കനെന്ന് കാണട്ടെ. നിനക്ക് എന്ത് പറ്റിയടാ രാശാരൻ കുട്ടി? ചിറ്റപ്പൻ എന്താ നീ അറിയിക്കാഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നെ വേഗം വാ ചിറ്റപ്പ, വേഗം വാ ചിറ്റപ്പ എന്ന് വിളിക്കുന്നതായിട്ട്. അതല്ലേ ഞാൻ വേഗം ഓടി വന്നത്. നിന്ന് പിടിച്ചേ. ഇരിക്കാൻ കസേരയിലുണ്ടോ? ഇല്ല. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഓ, ഒന്നുമില്ല. ഒന്ന് വീണു. 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവാം. തിരിച്ചൊക്കെ പോകാമായിരിക്കും, പക്ഷെ ഒന്ന് വീണതല്ലേ. ഇവിടുത്തെ മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ല. ഇവിടെ ഒരു കുപ്പി ബ്രാൻഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിനാ? ഉരുന്ന് കളിക്കാതെ കാര്യം പറ. കിട്ടുമോ? കിട്ടും. നല്ല ചൂടുവെള്ളം കിട്ടുമോ? കിട്ടും. കുരുമുളക് കിട്ടുമോ? എന്തിനാ രസം വെക്കാന്? അതിനല്ലടാ മണ്ട. 2 ഔൺസ് ബ്രാൻഡിയിൽ 2 ഔൺസ് ചൂടുവെള്ളം ഒഴിച്ച് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അതങ്ങനെ ഒരു 6 നേരം കൊടുക്കുമ്പോ എനിക്കും അതുപോലെ തന്നെ 6 നേരം ചുടുവെള്ളവും കുരുമുളക് പൊടിയും ഇല്ലാണ്ട് ഇങ്ങോട്ട് തരിക. അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ തികഞ്ഞ ആരോഗ്യവാനായിട്ട് നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ ചിറ്റപ്പൻ ഇവിടുന്ന് തിരിച്ചു പോവുള്ളൂ. അതൊന്നും വേണ്ട ചിറ്റപ്പ. പൗലോസ് ഉണ്ടല്ലോ. 1-2 ദിവസം കഴിഞ്ഞ് ചിറ്റപ്പൻ പോയിക്കോളൂ. അല്ല, അമ്മയ്ക്കൊന്നും വിശേഷം? 4-ാം നാൾ വാദപ്പിനെ ഒന്ന് കൂടി. കഷായം കുടിച്ചപ്പോ അതോട് കുറഞ്ഞു. അതൊക്കെ പോട്ടെ. മിന്നാന്ന് ഫോൺ ചെയ്തപ്പോ കുറച്ച് കാവർത്തതും കടുമാങ്ങയൊക്കെ കൊടുത്തു വിടുന്നു പറഞ്ഞിരുന്നല്ലോ. ആര് പറഞ്ഞു? അമ്മ. ആര്? അമ്മ. അത് ഞാൻ പറഞ്ഞില്ലേ രാശാരൻകുട്ടി? അതെന്തേ ഞാൻ പറയാഞ്ഞത്? അതെ, ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. എവിടാ? വെള്ളമടിച്ച് എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും ചിറ്റപ്പോ. ദേ, അധികം തമാശ വേണ്ട. മിലിറ്ററി ആണെന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് ചെയ്യിപ്പിക്കോ. പോട്ടെ. പൗലോസേ, ചിറ്റപ്പനെ കോട്ടസിലേക്ക് കൂട്ടിക്കൊണ്ടു. ചിറ്റപ്പൻ ഇനി നാളെ രാവിലെ വന്നാൽ മതി. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഉണ്ടവിടെ. വാടാ വാ. ഇയാള് ചിറ്റപ്പനല്ല, ചിറ്റപ്പനാ. അവിടെ ഇരിക്കുന്ന റം മുഴുവൻ ഇയാളിന്ന് കുടിച്ചു തീർക്കും. നീ എന്താ ആലോചിക്കണേ? നിന്റെ ആരെങ്കിലും ചത്തൊന്നുമില്ല. എന്നാ വാ. ആലപ്പുഴയാണ് വീട്. അച്ഛൻ സർവീസിൽ ഡ്രൈവറായിരുന്നു. ഒരു ചേച്ചി, ഒരനുജത്തി, ഒരനുജൻ സിവിലിയൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. ഒട്ടും വേദനിച്ചില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ. എന്റെ കുട്ടിയല്ലേ. സോറി. രാജേട്ടൻ കാണിച്ചത് തെമ്മാടിത്തരമായിപ്പോയി. നല്ലവളായതുകൊണ്ട് സൂസന്നെ ഇതുവരെ ഇതാരോടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ എനിക്ക് പോലും അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ. യു ബിക്കം സോ ചീപ്പ്. രാജേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. പുരുഷന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീ. രാജേട്ടന്റെ വീട്ടിലെ കാശിന്റെ ഔദാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വെള്ളക്കോട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ധാർമ്മിക രോഷം. ഇന്ന് രാവിലെ ഡോക്ടർ സണ്ണി വന്നപ്പോ ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞു. അയാൾ അങ്ങ് ചൂടായി. എന്നിട്ടൊരു ഉപദേശവും. പുരുഷന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീയെന്ന്. ബാക്കി കിട്ടി. ബീഹാറിൽ നിന്ന് നഴ്സിംഗ് പാസ്സായി ആദ്യത്തെ പോസ്റ്റിംഗ് ഡെറാഡൂൺ, പിന്നെ ദേശ്പൂർ, അംബാല, പിന്നെ 6 മാസമായിട്ട് ഇവിടെ. എന്താ, ഒന്നുകൂടെ പൊട്ടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇടത്തെ കരണത്തടിച്ച വലത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാ ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചത് മോനെ? അതെ, 2 ദിവസമായില്ലേ ചിറ്റപ്പൻ വന്നിട്ട്. ഇനി പൊയ്ക്കോളൂ. നീ ഈ നിലയിലിരിക്കുന്നത് കണ്ടിട്ട് ചിറ്റപ്പൻ എങ്ങനെ മനസ്സമാധാനത്തോട് തിരിച്ചു പോവാ? അതൊന്നും സാരമില്ല. സാബിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലേ. ചിറ്റപ്പൻ പൊക്കോ. എന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടർ വന്നിരുന്നു. പിന്നെ ഇതൊന്നും വീട്ടിലോട്ട് എഴുന്നള്ളിക്കണ്ട. അത് മതി അമ്മയ്ക്ക്. ചിറ്റപ്പൻ നേരെ വീട്ടിലേക്കല്ലേ? അല്ല, ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങും. നമ്മുടെ ദുബായിലെ കുട്ടപ്പന്റെ മോനും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടോന്ന് അന്വേഷിക്കണം. ഒരു രാത്രി അവിടെ തങ്ങി അവിടുത്തെ ക്രാങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടി അവിടുന്ന് നേരെ പാലക്കാട്ട് നമ്മുടെ നളിനിയുടെ അമ്മായിരമോ. അതൊന്നും വേണ്ട. നേരെ വീട്ടിലെത്താൻ നോക്ക്.
ആവശ്യത്തിൽ കൂടുതൽ കാശ് ഞാൻ തന്നിട്ടില്ലേ? പിന്നെന്തിനാ വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതേടാ, എനിക്കറിയാം. ചിറ്റപ്പൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാ. കല്യാണം വന്നാലും കേസ് വന്നാലും മരണം വന്നാലും എല്ലാവർക്കും ചിറ്റപ്പനെ വേണം. എല്ലാം നടത്തി കൊടുക്കാം. ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരിയായി പോയി. അതെന്റെ ഒരു വീക്ക്നെസ്സാ. അയ്യോ ചിറ്റപ്പ, അതല്ല പറഞ്ഞേ. ഇങ്ങനെ ഊരി വിറ്റ് നടക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ നോക്കാൻ. ചിറ്റപ്പന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചിറ്റപ്പൻ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് എനിക്കറിയാലോ. എന്തോ? പക്ഷെ നീ പറഞ്ഞാൽ മാത്രം ഞാൻ കേൾക്കും. നീ എനിക്ക് വീക്ക്നെസ് ആയി പോയി. എന്നാ ശരി ചിറ്റപ്പൻ പോ. എന്നാ സമയം കളയണ്ട, ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടുതരാം. അല്ലെങ്കിൽ നീ രാത്രി ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരണ്ട. എടാ സഹായക് പൗലോസേ, എന്റെ സ്വകാര്യ പ്രശ്നത്തിൽ നീ സഹായിക്കണ്ട. അതിന് പകരം എന്റെ കൂടെ വന്ന് എന്റെ പെട്ടിയിൽ തന്നെ സഹായിക്ക്. രാശേരൻകുട്ടി ഇതിന്റെ ഇടയിൽ എനിക്ക് കാശ് തന്നാ? അതവിടെ പോയി. പോക്കറ്റില്ല. കൊറേ പ്രായമായില്ലേ, ഓർമ്മക്കുറവായി. ഇത് മറക്കില്ലല്ലോ. അതിന് നിനക്കെന്താ വേണ്ടേ? ഒന്നുമില്ല. നടക്ക്. ആ, ആഹാ, ഇതാരും അറിയാമേ. എന്ത് പറ്റി? ഡ്യൂട്ടി മാറിയോ? ഇങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി മാറേണ്ടി വരും. സൂസന് ലീവ് എടുത്തു. എല്ലാവരും ഈ മറിയാമ്മയെ പോലെയല്ല മേജർ സാബ്. സാബിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി സൂസനെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യൂ. ഗുഡ് നൈറ്റ് മേജർ സാബ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സൂസന. എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടേ തിരിച്ച് ജോയിൻ ചെയ്യുന്ന നിർബന്ധമായിരുന്നു അല്ലേ? എന്നെ അത്രയ്ക്ക് വെറുപ്പ? എല്ലാവരെയും കാണുന്ന പോലെ എന്നെ കാണരുത് പ്ലീസ്. എന്നെ ഇനി ശല്യപ്പെടുത്തരുത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മേലിൽ ആവർത്തിക്കില്ല എന്ന് തീരുമാനവും എടുത്തു. നൗ ഐ ആം സീരിയസ്. എനിക്ക് സൂസനെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരുപാട് കേട്ടുമടുത്ത വാക്കുകളാണ്. തന്നെയല്ല, നിങ്ങളൊരു മേജറാണ്, ഞാൻ വെറും ഒരു നേഴ്സും. ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. മിലിറ്ററി ബാരക്കുകളിൽ സ്ഥിരം നടക്കാറുള്ള ഇതുപോലത്തെ ഒരു മൂന്നാംകിട പ്രണയ നാടകത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. എന്റെ അപേക്ഷയാണ്. ഐ എം സോറി. രാജേട്ടൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ആൽക്കഹോളിക് ആയ ഒരപ്പൻ, പേരുദോഷം കേട്ട് കെട്ടിക്കാതെ നിൽക്കുന്ന ചേച്ചി, പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന അനുജൻ, അതിന്റെ ഇളയതൊരു പെങ്കൊച്ച് സ്കൂളിൽ. എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം നടക്കാൻ. തന്നെയുമല്ല, രാജേട്ടന്റെ കുടുംബക്കാർക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. രാജേട്ടന്റെ കാര്യങ്ങൾ രാജേട്ടൻ തീരുമാനിച്ചോളാം. താൻ സൂസന്നയുമായിട്ട് സംസാരിച്ച് അപ്പനെ ഒന്ന് കാണാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ഐ റിയലി മീൻ ഇറ്റ്. ഐ എം സീരിയസ്. ഓക്കെ, ഞാൻ സംസാരിക്കാം. സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ എന്റെ പോക്കറ്റിൽ ഞാൻ ചോദിക്കുന്നത് ഈ കടിച്ചു മാറ്റി വെള്ളം അടിച്ചില്ലേ? അടിച്ചു. എന്റെ ഇപ്പൊ കാശില്ല. സൂസന വരുമ്പോ വാങ്ങിച്ചു തരും. തരാൻ പറഞ്ഞു. വന്നാട്ടെ. ഞങ്ങൾ അപ്പനും മോനും തമ്മിലൊന്ന് സ്നേഹിക്കുകയായിരുന്നു. അവൻ അർജന്റായിട്ടൊരു 100 രൂപ വേണമെന്ന്. എന്തെങ്കിലും ഇടുന്ന കാശ് നമ്മൾ തമ്മിലാകുമ്പോ പറയാലോ. ഒരു 100 റുപ്പീസ് കിടന്നേ. ഏതായാലും മെനക്കെട്ടില്ലേ, ഒരു 100 റുപ്പീസ് കൂടെ ആയിക്കോട്ടെ. ഓക്കെ. ഇത് മേജർ രാജശേഖരൻ നമ്പ്യാർ. ഞാൻ ഡൊമിനിക് ഫെർണാണ്ടസ്. സർവീസിൽ ഡ്രൈവർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് കുറച്ചുകാലായി. പ്ലീസ് കം. പ്ലീസ് പ്ലീസ്.
ഓഫർ ചെയ്യാനില്ല, സോറി. ഞാൻ സൂസന്നയോട് സംസാരിച്ചിരുന്നു. ആ അവളെല്ലാം പറഞ്ഞു. ആ കേട്ടോ, വേറെ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലെഫ്റ്റനന്റ് മുതല് കേണകന്മാര് വരെ കല്യാണാലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് പറയുന്നതാ. നാൻസി, എനിക്ക് 4 മക്കളാ, 3 പെണ്ണും ഒരാണും. ഭാര്യ ഉള്ളത് അകത്ത് കിടപ്പിലായിട്ട് കുറച്ചു കാലമായി. ഇത് സൂസനയുടെ മൂത്തതാ നാൻസി. ഇവിടെ അടുത്ത് തയ്യക്കടലാ ജോലി. ഇത് ജൂഡി, 10ാം ക്ലാസ്സിലാ. പിന്നെ ആണൊരുത്തരുള്ളവനെ നേരത്തെ കണ്ടല്ലോ, അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കുക എന്നുള്ള അവന്റെ ജോലി. ഇതൊക്കെയാ ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ ചായ കുടിക്കേ കേട്ടോ. വേറെ മൂത്തവളെ കെട്ടിച്ചയക്കണം, ചെറുക്കൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം, ഇളയവളെ പഠിപ്പിക്കണം, വീട്ടുകാരത്തേക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് കിട്ടുന്ന 3/4 ചക്രം പെൻഷൻ കാശുകൊണ്ട് ഒന്ന് നാവ് നനയ്ക്കാൻ പോലും തികയല്ല. പിന്നെ എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് വേണം നടക്കാൻ. ചുരുക്കി പറഞ്ഞാൽ സൂസന്ന ഞങ്ങളുടെ ഒരു കറവ പശുവാണ്. അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാ ചെലവുകളും നോക്കി നിർത്താൻ തയ്യാറുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കൂ. സൗകര്യം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അവൾ ഇവിടെ സന്തോഷമായിട്ട് നിന്നോളും. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. ഞാനൊന്ന് ആലോചിച്ചിട്ട് തന്നെ വഴി അറിയിക്കാം. മതി, ധാരാളം മതി. ഇതിനൊക്കെ പുറമെ മാസാമാസം കൃത്യമായി നല്ലൊരു തുക 1-ാം തീയതി ഇവിടെ എത്തിക്കണം. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ആലോചിച്ചാൽ മതി. ആയിക്കോട്ടെ. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പോ രാജേട്ടന് തോന്നുന്നുവല്ലേ? ഇതുവരെ സൂസന്നയോട് എനിക്ക് സ്നേഹം മാത്രമേ തോന്നിയിരുന്നുള്ളൂ. ഇപ്പോ ഒരു വല്ലാത്ത സഹതാപം തോന്നുന്നു. അവരുടെ ചുറ്റുപാട് കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. രാജേട്ടന്റെ തറവാടിനെ കുറിച്ച് ഓർക്കുമ്പോ ഈ ബന്ധം ഒരിക്കലും അവർക്ക് സഹിക്കാനാവില്ല. ഈ ആവേശമൊക്കെ കഴിയുമ്പോൾ രാജേട്ടനെ മറിച്ച് ചിന്തിച്ചാൽ ഒരുപാട് ജീവിതങ്ങൾ ഒരുമിച്ച് തകരും. അതാ എന്റെ പേടി. നോ, ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചതും തീരുമാനിച്ചതും എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ്. ഐ വാണ്ട് ഹെർ. ഐ എം മാഡ് ആഫ്റ്റർ ഹെർ. സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറാണ്. മാസം ഒരു തുക, നല്ലൊരു തുക കൃത്യമായി അവിടെ എത്തിച്ചേക്കാം. അമ്മ പ്രായമായിട്ടിരിക്കുകയല്ലേ, ഒരു അനുവാദം പോലും ചോദിക്കാതെ? അനുവാദം ചോദിക്കാൻ പോയാൽ നടക്കില്ല. ഇപ്രാവശ്യം അമ്മയുടെ പിറന്നാളിന് പോകുമ്പോ നീ കൂടെ വേണം. നീ വേണം അമ്മയോട് പറഞ്ഞ സമ്മതം മേടിക്കും. അമ്മാവന്മാർക്കും അമ്മായിമാർക്കും മറ്റുള്ളവർക്കും ഒക്കെ എതിർപ്പായിരിക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ടും വേണ്ട. പൂനൂരിൽ ഒരു രജിസ്റ്റർ മാരേജ്. ഞാൻ തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിച്ചാണെന്നറിയാമല്ലോ. സാമ്പാർ ഒഴിക്കാൻ ഒരു കുഴി അങ്ങോട്ട് കുത്തിക്കൂടെ? ഞാൻ കുത്തി തരണ. എടാ ചേട്ടാ, കുട്ടികൾക്കുളമ്പോ നോക്കിയോളം പടാ. അതെങ്ങനെയാ? രാജശേഖരൻ കുട്ടി വന്നാ പിന്നെ ദാഹം തീർത്ത് ചിറ്റപ്പനങ്ങ് വല്യപ്പനാകും. ഞാൻ നന്നായിട്ട് കഴിക്കും, ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇനി കൂടി പോയാൽ ദേ ഇതുപോലെ ഒന്ന് വിയർക്കും. പക്ഷെ വേറെ ചില ആളുകൾ അങ്ങനെയല്ല. കുടിച്ച് ലക്കില്ലാണ്ട് ബാത്റൂമാണെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി മൂത്രമൊഴിക്കുക. ഞാൻ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. താൻ ഈ പൊതു സ്വഭാവം നിർത്താമോ? ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായല്ലോ. ഇയാളെന്നെ അതൊക്കെ പോട്ടെ, 2 പേരോടായിട്ട് തന്നെ ചോദിക്കുക. ഇങ്ങനെ പിറന്നാൾ സദ്യ കൊണ്ട് നടന്നാ മതിയോ? എന്നാ ഇനി ഒരു കല്യാണ സദ്യ ഉണ്ടാൻ പറ്റുക? സണ്ണി, അവനോട് ആ കാര്യം പറയുന്നതേ ദേഷ്യ. അതുകൊണ്ട് നീയെങ്കിലും സമയം കളയാണ്ട് പെണ്ണ് കെട്ടാൻ നോക്ക്. കൂടി പോയാൽ ഒരു പിറന്നാൾ സദ്യക്ക് കൂടിയേ ഞാൻ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പെങ്കിലും ആ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തന്നാ നന്നായിരുന്നു. വായരപ്പാ, ഇപ്രാവശ്യത്തെ വരവിന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മയോട് എല്ലാം വിശദമായിട്ട് പറയാം. കാശും സൗകര്യവും ഒക്കെ അല്പം കുറഞ്ഞാലും തിരക്കില്ല. നല്ല അന്തസ്വാഭിജാത്തിയുള്ള കുടുംബത്തിൽ പറഞ്ഞോളായിരിക്കണം. അത്രേ ഉള്ളൂ. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. അവസാനം ഓപ്പോൾ കല്യാണത്തിന് സമ്മതം മൂടിയത്
ഈ സന്നിധം എടുക്കൊണ്ട് തന്നെയാ. പിന്നെ ഉന്തിന്റെ കൂടെ എന്റെ തള്ളും കൂടി ആയിപ്പോ അമ്മ എന്നോട് ഇതെന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചതോടെ ഈ ചിറ്റപ്പം എന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് അതിന്റെ കുറ്റൻ. ഞാനൊരു അക്ഷരം പറയാതെ ഗൗരവമായിട്ട് അങ്ങനെ നിന്ന ഓപ്പോൾക്ക് അറിയാൻ സംഗതി കുഴപ്പാണെന്ന്. അതുകൊണ്ട് എന്നെ ഓപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത്. എന്റെ ചുമച്ചേ. എന്നാലും അവസാനം രാജേട്ടനൊരു നസ്രാണി പെണ്ണിനെ കിട്ടിയുള്ള കെട്ടാൻ. ഇനി സണ്ണിച്ചായനും അവിടെ സുന്ദരിയായ വല്ല നേഴ്സിനെയും കണ്ടുവച്ചിട്ടുണ്ടോ ആവോ? ഉള്ളത് പറഞ്ഞ എനിക്കിപ്പോ സണ്ണിമോന്റെ കാര്യത്തിലാ പേടി. രാജശേഖരൻകുട്ടിക്ക് എന്തോ ആവാം. അപ്പനപ്പന്മാര് സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അച്ചായും മരിച്ചതി പിന്നെ ഇവനെ മാത്രം കണ്ടുകൊണ്ടാ ഞാനും ഈ പെമ്പിള്ളേരും ജീവിക്കുന്നത്. അതുകൊണ്ടൊന്നും അമ്മച്ചി പേടിക്കണ്ട. നല്ല ആലോചന വന്നെങ്കിലേ തന്നെ കിട്ടും. ഞാൻ പിന്നെ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നെങ്കിലും സൂസന്നെ കണ്ടുമുട്ടിയപ്പോ എന്തോ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ട് കെട്ടുന്നു മാത്രം. സത്യം പറഞ്ഞ ഞാനും ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിച്ചിരുന്നു. എന്താ അവളുടെ പേര്? എലിക്കുട്ടി. എലിക്കുട്ടി? എലിക്കുട്ടിയല്ല, എലിക്കുട്ടി. ഓ, ഞാൻ ദിവസവും ഒരു ചെക്കന്റെ കയ്യിൽ അവൾക്ക് എഴുത്തും കൊടുത്ത് വിടുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവസാനം അവൾ ആ ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഞാൻ ഈ നാണം കെട്ട പ്രേമം എന്നുള്ള പണിക്ക് പോയിട്ടില്ല. അതൊക്കെ പോട്ടെ. ഈ വിവാഹ സമ്മതം ആഘോഷിക്കാൻ ചിറ്റപ്പന്റെ ചെലവിൽ നല്ല നാടൻ തെങ്ങുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? ചിറ്റപ്പന്റെ ചെലവിലല്ല, ചിറ്റപ്പന്റെ വകയായി രാജശേഖരൻകുട്ടിയുടെ ചെലവിൽ അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് വരും. അതുകൊണ്ട് താറാവ്, കോഴിയിറച്ചി, കാളയിറച്ചി മുതലായ കള്ളിന്റെ കൂട്ടുകാരെ പ്രത്യേകം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മച്ചിയും പിള്ളേരും അവരെ വേഗം ഇങ്ങോട്ട് ആനയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട്? എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. എനിക്ക് മൂത്തമ്മാമന് മാത്രമല്ല, ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല നീ ചെയ്യാൻ പോണത്. നിന്റെ പ്രായക്കാരെ ഭാര്യയും കുട്ടികളെയും ജീവിക്കണേ കാണുമ്പോ ഈ അമ്മയുടെ മനസ്സ് നീരാറുണ്ട്. ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തോന്നലുണ്ടായല്ലോ എന്നൊരൊറ്റ ആശ്വാസം എനിക്കുള്ളൂ. ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പ്രായവും നിനക്കുണ്ട്. നന്നായി വരട്ടെ. ഞങ്ങൾ എതിർത്താലും നീ ഇത് നടത്തുമെന്നറിയാം. കൂന്നൂരിൽ വെച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളെ ആരും അങ്ങോട്ട് പ്രതീക്ഷിക്കണം. ഓ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഇങ്ങോട്ടൊക്കെ വരിക. നീ കയറ്. സണ്ണി എല്ലാം പറഞ്ഞു കാണുമെന്നറിയാം. എങ്കിലും ഒന്നുകൂടി പറയാണ്, എന്റെ വീട്ടുകാരുടെ സമ്മതം ഞാൻ വാങ്ങിക്കഴിഞ്ഞു. സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറുമാണ്. ഇനി സൂസന്നയുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്. ഇപ്പൊ തന്നെ പറയണമെന്നില്ല, സാവകാശം ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ കോട്ടേഴ്സ് വഴിയാ പോകുന്നത്. ഡ്രോപ്പ് ചെയ്യാം? വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാടോ. വന്നേ. കഴിഞ്ഞ തറവാട്ടിൽ ചെന്ന് ഒരാഴ്ച താമസിക്കുമ്പോ എല്ലാം ശരിയാവും. സൂസന്നെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? രാജേട്ടൻ നോക്കിക്കോ, അവസാനം സൂസന്നെ ആയിരിക്കും അമ്മയുടെ പെറ്റ്. കണ്ടോളൻസ് മേജർ. സാധാരണ ചായ കുടിക്കണമെങ്കിൽ ചായപ്പൊടി വാങ്ങിക്കാൻ പതിവ്. ഇതിപ്പോ അതിനു പകരം ചായ കടയോടങ്ങ് വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. പോട്ടെ രാജേട്ടാ, വിവരക്കേട് കേസാ, വിട്ടേക്ക്. ഡോക്ടർക്ക് വിവരമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അറിഞ്ഞുകൊണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മരുന്ന് ഗുരുവിന് എന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. മിടുക്കൻ. വാട്ട് ഡു യു മീൻ? ഒരുപാട് ബാരക്കുകൾ കറങ്ങിയടിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയായിരുന്നു.
രാജശേഖരം കൂട്ടി ചുരുട്ടുവലിയും റമ്മുകൂടിയും കല്യാണത്തോടെ നിർത്തിയത് ചിറ്റപ്പന് വലിയ ഒരടിയായിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ പഴയ ശരിയില്ല. അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തിനാ അമ്മാവ ഈ ചിറ്റപ്പന്റെ മേൽ ചാടിക്കയറണേ? എന്റെ കോട്ട കൂനൂര് ചെല്ലുമ്പോ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏതായാലും സൂസനെ സമ്മതിച്ചിരിക്കുന്നു. രാജശേഖരൻ കുട്ടിയെ കൊണ്ട് എല്ലാം നിർത്തിച്ചല്ലോ. അതല്ലേലും നസ്രാണി പെമ്പിള്ളേർക്ക് ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാ. അയ്യോ, പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാത്ത പാവങ്ങള്. ഭർത്താക്കന്മാർക്ക് ഇത്തിരി മൂത്രം ഒഴിക്കണമെങ്കിൽ അച്ചിമാരുടെ സമ്മതം വേണം. അല്ല, ഈ തമാശ കേട്ടിട്ട് ആർക്കും ചിരി വരുന്നില്ലേ? വേണ്ട, ഞാൻ തന്നെ ചിരിച്ചോളാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായില്ലേ? വിശേഷമൊന്നുമില്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഒരു ഫാഷനാ. അത് ചെറുപ്പക്കാർക്കല്ലേ. ഇനി നിങ്ങൾ വെച്ച് താമസിപ്പിച്ച അവസാനം കിട്ടാണ്ടാവും. പറഞ്ഞേക്കാം. കുട്ടികളില്ലാന്ന് വെച്ചിട്ട് അത് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. ഇനി ധാരാളം സമയമുണ്ട്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഉണ്ണ ഉറങ്ങ ഉണ്ണികളെ സൃഷ്ടിക്കുക. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ലോക സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ദേ, ഇതിന് ഇത്തിരി എടുത്തേണ്ട ചവച്ചേൻ ആ ദുഷ്ടിന്റെ ഒന്ന് മാറട്ടെ. ഇത്തിരി അമ്മായിക്കും കൊടുക്കുക. ഇത് ചിറ്റപ്പൻ പഴയ ഫോട്ടോയാ. ധാരാണറിയോ? ആരാ? അറിയില്ല. ചേച്ചി കൊള്ളിച്ചെന്ന് പറഞ്ഞത് ഏതായാലും നന്നായി. അവളെ കണ്ടാൽ അറിയില്ലേ അവളിനി പ്രസവിക്കില്ലാന്ന്. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ട പ്രസവിക്കാൻ. ഇവറ്റോടൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്. ഏതായാലും നമ്മുടെ രാജശേഖരൻ കുട്ടി അവസാനമായി കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് അബദ്ധമായി പോയല്ലോ എന്റെ ഈശ്വര. നേഴ്സാണെന്ന് കേട്ടപ്പോഴേ ഞാൻ നിരീക്ഷിച്ചതാ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുമെന്ന്. സാരമില്ല, ഇതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. ഇതുങ്ങളൊക്കെ ഇങ്ങനെയാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നാളെ തന്നെ കൂനൂർക്ക് മടങ്ങാം. രണ്ടും മര്യാദയ്ക്ക് സംസാരിച്ചോണം. നേരത്തെ ഞാനൊന്നും പറയാതിരുന്നത് പോട്ടേന്ന് കരുതിയ. മൂത്തമ്മായിയുടെ മൂത്തമ്മ അമേരിക്കയിൽ നിന്നൊരു മദാമയല്ലേ കേട്ടിരിക്കണേ? മദാമ നേഴ്സാണെന്നാണല്ലോ കേട്ടത്. ചെറിയമ്മായിയുടെ വീട്ടിലൊരെണ്ണം ഡൈവോഴ്സായി നിൽപ്പില്ലേ? പറയാനാണെങ്കിൽ ഇനിയുണ്ട് ഒരുപാട് കഥകൾ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ആ, സാവിത്രിയും രുക്മിണിയും വന്ന കരച്ചിലായിരുന്നു. നീ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞു. അമ്മ അവരെന്താ പറഞ്ഞെന്നറിയോ? അതൊക്കെ ശരിയായിരിക്കും. നീ അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു. രണ്ടാമതും തോൽപ്പിക്കരുത്. ഇനി സമയം കളയാണ്ട് വല്ല ഡോക്ടർമാരെയോ മറ്റോ കാണിക്കുക. കുടുംബം അന്യം നിന്ന് പോണത് മാത്രമാണോ? ഉള്ള സ്വത്ത് മുഴുവൻ കൊത്തിപ്പറിക്കാനാ എല്ലാരും കാത്തു നിൽക്കണമെന്ന് ഓർമ്മ വേണം. ഏതാണ്ട് ഒരു തെരുവ് വേശിയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പ്രതീതിയാ ഇപ്പോഴും തറവാട്ടിൽ. ഇനി അങ്ങോട്ടേക്കില്ല. അഥവാ പോകുന്നെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ. ഇക്കാലത്ത് ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. ഡോക്ടർ രാജലക്ഷ്മി എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ദ ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ ടൗൺ. ഞാൻ വിളിച്ചു പറയാം, രണ്ടുപേരും കൂടി ഒന്ന് കാണും. ദാറ്റ്സ് ഓൾ. രണ്ടുപേരും നോർമലാണ്. വളരെ റെയർ ആണെങ്കിലും നോർമലായ ദമ്പതിമാരിൽ കുട്ടികളുണ്ടാവാത്ത ഒരവസ്ഥയുണ്ട്. 10-15 വർഷങ്ങൾ കാത്തിരുന്നിട്ട് കുട്ടികളുണ്ടായി എത്രയോ കേസുകളുണ്ട്. പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. കുറച്ചുകൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ട്രൈ ചെയ്യാം. പിന്നെ റിപ്പീറ്റഡായി അബോർഷൻസ് നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സൂസനിക്കില്ലല്ലോ. എനിവേ, തൽക്കാലം സൂസനിക്ക് ഞാനൊരു മരുന്ന് കുറിച്ചു തരാം. അത് കഴിക്കുക. Then let us wait and see. കേട്ടോ മേറെ, ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവള് ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലെഫ്റ്റനന്റ് മുതല്
കേണലന്മാർ വരെ ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടുമില്ല. അതുകൊണ്ട് പറയുന്നതാ. ഒരുപാട് ബാരക്കുകൾ കറങ്ങിയടിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വെച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയുകയായിരുന്നു. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ട പ്രസവിക്കാൻ. ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്. നീ അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു. രണ്ടാമതും തോൽപ്പിക്കരുത്. റിപ്പീറ്റഡായി അബോർഷൻസ് നടത്തിയിട്ടുള്ള സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സൂസനിക്കില്ലല്ലോ. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാവാനേ വഴിയുള്ളൂ. ഗുഡ് ഈവനിങ് മേജർ സാർ. ഗുഡ് ഈവനിങ്. എന്തു പറ്റി? ഒരു ചെറിയ മിസ്സിംഗ്. ശരിയായി. സൂസനയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഏതായാലും സൂസന ഭാഗ്യവതിയാ. സാധാരണ ഞങ്ങൾ നേഴ്സുമാർ ഓഫീസേഴ്സിനെ ആഗ്രഹിക്കും. അതിനായി പലതും കാഴ്ചവെക്കേണ്ടി വരികയും ചെയ്യും. അവസാനം സാധാ വല്ലവരും കെട്ടി സംതൃപ്തിപ്പെടേണ്ടി വരും. പക്ഷെ സൂസനെ പുളിങ്ങമ്മ നോക്കി തന്നെ പിടിക്കുകയും ചെയ്തു, കെട്ടുകയും ചെയ്തു. എന്നാ ഞാൻ പോട്ടെ. ചോദിച്ചായി പറഞ്ഞേക്ക്. രാജേട്ടാ, ഇത് അപ്പന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാ. മേജർ ഡിക്രൂസ്. ഹലോ. ഞാനും ആലപ്പുഴക്കാരനാ. ഞങ്ങൾ അമ്പാല ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ വളരെ അടുപ്പമായിരുന്നു. ദിവസവും വൈകുന്നേരം ഫെർണാണ്ടസുമായിട്ടായിരുന്നു കൂടൽ. ഫെർണാണ്ടസിനെ കണ്ടപ്പോഴറിഞ്ഞു സൂസന്നയുടെ വിവാഹം കഴിഞ്ഞു. എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. യു ആർ വെൽക്കം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. ഞാനിപ്പോൾ ജയ്പൂർ ക്യാമ്പിലാ. ഇന്ന് തന്നെ പോകണം. ഞാൻ ഇറങ്ങട്ടെ. സീ യു അഗൈൻ. സീ യു. ഇയാൾ ആരാന്നാ പറഞ്ഞേ? അപ്പന്റെ വലിയ ഫ്രണ്ടായിരുന്നു. അംബാല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇയാൾ ക്യാപ്റ്റനാ. എന്നും വീട്ടിൽ വരുമായിരുന്നു അപ്പനെ കാണാൻ. അപ്പന്റെ ഫ്രണ്ടോ? ട്രക്ക് ഡ്രൈവർക്ക് ക്യാപ്റ്റൻ കൂട്ടുകാരനോ? ഒരു കുപ്പി മദ്യമോ ഇത്തിരി കാശോ സമ്മാനിച്ചാൽ നിന്റെ വീട്ടിൽ പിന്നെ എന്തു ആവാലോ അല്ലേ? ആലപ്പുഴയിൽ താമസിക്കുന്ന കാലം തൊട്ടുള്ള പരിചയമായിരുന്നതുകൊണ്ട് റാങ്കൊന്നും നോക്കിയായിരുന്നില്ല അവരുടെ സ്നേഹബന്ധം. ഓഹോ, അപ്പൊ വളരെ പണ്ടേയുള്ള ബന്ധമാ. ബന്ധം പുതുക്കാൻ വന്നതായിരിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്നേഹവും ബന്ധവും പറഞ്ഞ് പണ്ട് ജോലി ചെയ്തിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നും ഇതുപോലെ ഓരോ അവന്മാർ എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂസന്നയ്ക്ക് വിശേഷമുണ്ടോന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. സൂസന്നയ്ക്ക് എങ്ങനെ വിശേഷം ഉണ്ടാവാനാ? എന്റെ ചോദ്യം ഇപ്പൊ അതല്ല. ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ്. ഡൽഹി, ആദംപൂർ, അംബാല, ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയടിച്ചിങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ ദ ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാണ്ടസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയായ നഴ്സ്. ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരു ത്രില്ലാണ്. പിടിച്ചടക്കിയതിനു ശേഷം മഹത്വമില്ലെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാം തരിശ് ഭൂമി പോലെ തോന്നും. അപ്പോഴും തോൽവി ഭൂമിക്ക് തന്നെ. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ദാഹജലം കണ്ട് ഓടിയെത്തുമ്പോ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ ഏത് പട്ടാളക്കാരനെ ശപിച്ചു പോവും. ഈ ശാപം പേടിച്ചു തന്നെയാണ് ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും. പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാല ഹൃദയനായിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായി. രാജേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ. സൂസന്ന ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ മോശമായിരിക്കാം. ബട്ട് ഷീ ഈസ് എ പെർഫെക്റ്റ് വുമൺ, എ റെസ്പെക്ടബിൾ വുമൺ. ഈ പെൺവർഗത്തിന്റെ മഹത്വമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കണ്ടിട്ടുള്ളതിന്റെ 100 അംശം പോലും നീ കണ്ടിട്ടില്ലല്ലോ. അവിടെയാണോ എന്റെ കുഴപ്പം? രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ പാസ്റ്റ് ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ്. വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് രാജേട്ടാ. സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഏതായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒരു കണക്കിന് ആലോചിച്ചാ അവിടെ മാലാകളിച്ചെന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. ഇനി ഇവിടെ നിന്നാൽ ഞാൻ രാജേട്ടനേക്കാൾ ബോർണാകും.
ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. നേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഡോക്ടറോട്ട് നോക്കുന്നു. വർഗസ്നേഹം. പൗലോസേ, ആ നീ പോയിക്കോ, ഞാൻ ഇനിയും ലേറ്റാവും. ആ പാവം പെൺകൊച്ചിന്റെ ജീവിതം കൂടി ഇയാള് നശിപ്പിക്കും. എന്തിനാണ് മൂന്നേ? എന്റെ മുമ്പിൽ ബോണസ് നൈറ്റിംഗേൽ കളിക്കല്ലേ? ഇനി നാടകമൊന്നും വേണ്ട, സത്യം പറഞ്ഞു. നീ എത്ര പ്രാവശ്യം അബോഷം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ ഗർഭിണിയാകാത്തതും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട. എനിക്കെല്ലാം തെറ്റായി പോയെന്ന് ബോധ്യമായി. ഒരിക്കലും ചേരാത്ത ബന്ധമായിരുന്നു ഇത്. തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. ഒരു മധ്യവയസ്കന്റെ ഇൻഫാക്ച്വേഷൻ. ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഞാൻ എന്നോടും സൂസന്നയോടും കാണിക്കുന്നത് വഞ്ചനയായിരിക്കും. തുറന്നു പറയാം, എനിക്കിനി സൂസനെ സ്നേഹിക്കാൻ കഴിയില്ല. നിന്നെ സ്വന്തമാക്കാൻ എനിക്കൊരു വലിയ തുക കൊടുക്കേണ്ടി വന്നു. പലതും സഹിക്കേണ്ടിയും വന്നു. സാരമില്ല. ഇനി നിന്നെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഞാൻ എന്ത് നഷ്ടപരിഹാരമാണ് തരേണ്ടത്? മാസം തോറും നിന്റെ അപ്പന് ഞാൻ കൊടുക്കാറുള്ള ഒരു പിഴയുണ്ടല്ലോ, അതുൾപ്പെടെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. രാജേട്ടനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ച അന്ന് മുതൽ രാജേട്ടൻ എനിക്ക് കാണപ്പെട്ട ദൈവമായിരുന്നു. അതിൽ കൂടുതൽ എങ്ങനെയാ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ അപ്പനും സഹോദരങ്ങൾക്കും ചെയ്യാവുന്നതെല്ലാം രാജേട്ടൻ ചെയ്തു കഴിഞ്ഞു. തിരിച്ചു തരാൻ നന്ദി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. നഷ്ടപരിഹാരം തന്ന് ഒഴിവാക്കാവുന്ന ഒരു ബന്ധമല്ല ഭാര്യ ഭർത്തൃബന്ധം. എനിക്കിനി രാജേട്ടന്റെ ഒരു ചില്ലി കാശ് പോലും വേണ്ട. ഒരിക്കലും രാജേട്ടന് ഞാനൊരു ഭാരമാവില്ല. സാർ, നാട്ടിലെ ചിറ്റപ്പന്റെ ഫോൺ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് അറിയിച്ചു. രണ്ടുപേരോടും കൂടി ഉടനെ പുറപ്പെടാനും പറഞ്ഞു. കമാൻഡിംഗ് ഓഫീസറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലീവ് ആപ്ലിക്കേഷൻ തന്നെ ഏൽപ്പിക്കണം. ജി സാർ. നീ സൂസനെയും കൊണ്ട് വരേണ്ടതായിരുന്നു. ബോധം വരുമ്പോഴൊക്കെ രാജൻ വന്നില്ലേ, ആ കുട്ടി വന്നില്ലേ, ഇതാ ചോദ്യം. ആ, കൊണ്ടുവരാം. രാജ, അമ്മ വിളിക്കുന്നു. സൂസനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനി പറ്റുമോന്ന് തോന്നണില്ല. അലമാരുടെ താക്കോല എന്റെ മുത്തശ്ശിയുടെ കാലം തൊട്ടുള്ള ആഭരണങ്ങളുണ്ട് അതില്. ഇനി അവളാ അതിന്റെ അവകാശി.
ആദ്യമൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ മനസ്സിൽ മുഴുവനും അവളാ. എനക്കറിയാമോ, എല്ലാ മാസവും ഒരു കത്തെങ്കിലും അവൾ എനിക്ക് എഴുതുമായിരുന്നു. നീ ഒരിക്കലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. ഐശ്വര്യമുള്ളവളാ, അവൾക്ക് നല്ലതേ വരൂ. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്കുണ്ട്. ഹലോ, എന്താ സണ്ണി? വിളിക്കാം. പൂനൂരിന്ന് ഫോൺ. സണ്ണിയാ? ഹലോ, ഞാൻ സണ്ണിയാ. ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാ. പേടിക്കാനൊന്നുമില്ല. എന്താ കാര്യം പറയൂ. ഇന്നലെ രാത്രി രാജേട്ടൻ പോയി കഴിഞ്ഞ് സൂസന് കുറെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റമക്ക് വാഷ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ഉടനെ തിരിക്കണോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് വളരെ കൂടുതലാ. എന്നാ പിന്നെ ഉടനെ ഇങ്ങോട്ട് വരണ്ട. ഐ ടേക്ക് കെയർ ഓഫ് ഹർ. ഓക്കേ? താങ്ക് യു വെരി മച്ച് സണ്ണി. നീ അവിടെ ഉണ്ടെന്നുള്ളത് അവരുടെ ആശ്വാസം. ഓക്കെ. സണ്ണിയും വിളിച്ചു പറയണം. ശവദാഹം രാത്രി തന്നെ നടത്താം. സൂസന്ന് വരാതെ? സൂസന്നിക്ക് വരാൻ പറ്റില്ല. സുഖമില്ലാതെ കിടപ്പില്ല. നാളെ തന്നെ സൂസന്നെയും കൂട്ടി ഞാൻ തിരിച്ചു വരാം. ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. സൂസന്നെ എവിടെ? മെൻസ ബെഡ്റൂമിലുണ്ട്. സാബന്ന് പോയതും ബെഡ്റൂമിൽ കയറി വാതിലടിച്ചു. ഡിന്നർ തയ്യാറാക്കി ഞാൻ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. അപ്പോഴേക്കും ഭാഗ്യത്തിന് സണ്ണി സാബ് വന്നു. പലതവണ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോ സംശയം തോന്നി വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ സണ്ണി സാബ് ആശുപത്രി കൊണ്ടുപോകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. താൻ്റെ സോഡ ആ ഗ്ലാസും കിടക്കുക. ജി സാബ്. സാബ് എന്നോട് ദേഷ്യപ്പെടരുത്. ഇനിയെങ്കിലും ഞാൻ സാബിനെ വേദനിപ്പിക്കരുത്. അത്രയ്ക്കും പാവമാണ് സാർ. പൗലോസ് പൊയ്ക്കോളൂ. രാവിലെ വന്നാൽ മതി. പൊയ്ക്കോളൂ. ജി സാബ്. ഒന്നും പറയണ്ട. എല്ലാ തെറ്റും എന്റേതാ. അമ്മ പോയി. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സൂസനെ കാണണമെന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരാഗ്രഹമെങ്കിലും എനിക്ക് പാലിക്കണം. സൂസനെ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം. സൂസനെ ഗർഭിണിയാവില്ല എന്നറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ ഞാൻ വീണുപോയി. കുട്ടികളുണ്ടാവില്ലേ? വേണ്ട. വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം. അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ അനുഗ്രഹം മുഴുവനും ഉണ്ട് നിനക്ക്. അത് മാത്രം മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം മറക്കണം. എല്ലാറ്റിനും എന്നോട് പൊറുക്കണം. സൂസന ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. സൂസന,
സൂസൻ, കണ്ണുടക്കേ, കണ്ണു തന്നു. വാ വാ വാ, കമാൺ. രാജേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. രാജേട്ടാ, അത് ഒന്നും പറയണ്ട. എന്റെ എല്ലാ തെറ്റുകളും സൂസനെ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുക. അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് അമ്മ തന്നെ എന്റെ കണ്ണ് തുറപ്പിച്ചു. അവസാനത്തെ ആഗ്രഹം സൂസനെ ഇന്ന് കാണണമെന്നുള്ളതായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. സൂസനെ എനിക്ക് തിരിച്ചു തന്നതിന് ദൈവത്തോടും നിന്നോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു നിൽക്കുക. ഏതായാലും അമ്മയുടെ ചടങ്ങ് കഴിയുന്നവർ എനിക്ക് ഇവിടെ നിന്നേ നോക്കൂ. നാളെ തന്നെ ഞങ്ങൾ പോകും. കമോൺ, യു വിൽ ഹാവ് എ ഡ്രിങ്ക്. നോ താങ്ക് യു. യു ക്യാരി ഓൺ. ഐ സീ യു ടുമോറോ. മൂലയ്ക്ക് എവിടെയെങ്കിലും കിടപ്പുണ്ടോ നോക്കണേ. ഓലയൊക്കെ സൂക്ഷിക്കണേ കേട്ടോ. അത് ആക്കല്ലേ. ആ ഭാഗത്തേക്ക് മാറ്റി വെച്ചോളെ. ചിറ്റപ്പൻ ഇനി ഊരുചുറ്റിലൊക്കെ ഒന്ന് നിർത്തണം. നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിൽക്കുക. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഈ കുറ്റിയിൽ കെട്ടിട്ട് മാതിരി നിൽക്കാൻ ചിറ്റപ്പന് പറ്റില്ല എന്ന് നിനക്കറിയാലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? മനസ്സൊന്ന് സ്വസ്ഥമായതിനു ശേഷമേ ഞങ്ങൾ കൂനൂരെത്തൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് പോയിക്കോ. കയറൂ. ഹലോ ഡോക്ടർ സാബ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജേട്ടനെപ്പോ വന്നു? ഇന്നലെ വൈകിട്ടെത്തി. വന്ന പാടെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഹോപ്പ് എവറിത്തിങ് ഇസ് ഫൈൻ. യെസ്, എവറിത്തിങ് ഇസ് ഫൈൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? എനിക്കൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഹൈദരാബാദിലേക്ക്. ഈ വരുന്ന മൺഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നറിഞ്ഞത് ഗുഡ് ന്യൂസ് ആണെങ്കിലും നീ ഇവിടം വിട്ടുപോകുന്നു എന്നറിയുന്നത് ബാഡ് ന്യൂസാണ്. ഇന്ന് തേഴ്സ്ഡേ, നിന്റെ സെന്റ് ഓഫ് പാർട്ടി സാറ്റർഡേ എന്റെ വക ഓഫീസേഴ്സ് മെസ്സിൽ. ഓക്കെ? ഓക്കെ സർ. താങ്ക് യു. ഹലോ. Dear friends, I take this opportunity to break one more good news to you. My wife is pregnant. Give her a big clap. എന്നാ പിരിയാം. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ പോവാൻ. ഓക്കെ, പിരിയാം. രാജേട്ടാ, ഞാൻ നാളെ വെളുപ്പിനുള്ള ട്രെയിനിന് പോവും. ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വീട് വരെ ഒന്ന് പോവാൻ. നീ എന്നെ വിട്ട് പോവാ അല്ലടാ? സാരമില്ല. നീ ഓരോ പടിയും ചവിട്ടിക്കയറുന്നത് കാണുന്നതിൽ ഈ ചേട്ടന് സന്തോഷമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.
രാജേട്ടാ, ആ മോള് 1204 കയറി. ഒരു കുട്ടിയെ കണ്ടങ്ങ് കയറിയതാ. ആണോ? ഞാൻ നോക്കിട്ട് വരാം. സ്മിത, സ്മിത, കമോൺ. ഒരു സർപ്രൈസ്. സണ്ണിയോ? നീ ഇവിടെ? ഞങ്ങൾ ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഫോർ ഹോളിഡേ. ഞങ്ങളൊരു ഹോളിഡേക്ക് വന്നതാ. ഞാനിപ്പോ ഇവിടെ പാങ്ങോട് ക്യാമ്പില. ആ, ഇത് ഡെയ്സി. ഡെയ്സി ഞാൻ എപ്പോഴും പറയാറില്ലേ രാജേട്ടൻ. ആ, ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ നിങ്ങളെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. കല്യാണം കഴിഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു. ഡെയ്സിയുടെ പാരന്റ്സും ബാംഗ്ലൂരിലെ. ആ, അതാ നാട്ടിൽ തിരക്കിയപ്പോ വീട് വിട്ടു പോയിരിക്കുകയാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞത്. പിന്നൊന്നും പറഞ്ഞതുമില്ല. എന്താ മോളുടെ പേര്? നൈസ് നെയിം. സൂസൻ, എ ബിഗ് സർപ്രൈസ്. ഇത് ആരൊക്കെയാന്ന് നോക്ക്. ഇത് ഡെയ്സി. ഹലോ ഹലോ. ആദ്യമായിട്ട് കാണുകയല്ലേ? ഏതായാലും ഈ പ്ലസന്റ് സർപ്രൈസ് നമുക്കൊന്ന് ആഘോഷിച്ചോളാം. നമ്മുടെ ചിറ്റപ്പനല്ലേ? ആ, ചിറ്റപ്പൻ ഇവിടെ ഉണ്ട്. ആഹാ, നമുക്കൊന്ന് കൂടാ. പിന്നെന്താ? ഓക്കെ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണച്ചാക്കിന്റെ മകളെ തന്നെയാണ് ഞാൻ കെട്ടിയത്. അതുകൊണ്ട് 3 കൊല്ലം കൊണ്ട് എന്റെ 3 പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു. ബാംഗ്ലൂരിൽ ഒരു വീടും വാങ്ങി. അമ്മ ഇപ്പൊ എന്റെ കൂടെ. ആൻഡ് ഐ എം ലക്കി. കാശിന്റെ ഔദാര്യങ്ങളുടെ ഒന്നും ഒരു അഹങ്കാരവുമില്ല ഡെയ്സിക്ക്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു പാവം പെൺകുട്ടി. രാജേട്ടനും ഹാപ്പി അല്ലേ? ഓ യെസ്, എക്സ്ട്രീംലി ഹാപ്പി. അന്നത്തെ ആ കാർമേഘം നീങ്ങിയതിന് ശേഷം പിന്നെ ഇതുവരെ മാനം കറുത്തിട്ടേയില്ല. ഗുഡ് ഈവനിങ് സണ്ണി. ഗുഡ് ഈവനിങ്. അല്ല, ഇതാര്? ചിറ്റപ്പന? എല്ലാവർക്കും ഇങ്ങോട്ടിരിക്കാം. അല്ല, നീ ഇപ്പൊ എവിടെയാ? ബാംഗ്ലൂരില്. ബാംഗ്ലൂർ നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. 4-5 വീശിയിട്ട് സുഖമായിട്ടാണ് കിടന്നുറങ്ങാം. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. ആ, അതാ ചിറ്റപ്പനുള്ളത് വന്നു കഴിഞ്ഞു. ആ, ചിറ്റപ്പൻ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേ. ആ. ഈ കുടുംബമേള ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി എപ്പോ തിരുവനന്തപുരത്ത് വന്നാലും നേരെ ഇങ്ങോട്ട് പോരുക. ചുറ്റിക്കറങ്ങാനൊക്കെ ഇവിടുന്ന് പോവാം. ഇതിപ്പോ രാജേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ. രാജേട്ടിനും സൂസനെയും മോളും ബാംഗ്ലൂർക്ക് വരണം. ഞങ്ങളുടെ കൂടെയും കുറച്ച് ദിവസം താമസിക്കണം. ഷുവർ. ഇവരാരും വന്നില്ലെങ്കിലും നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഈ ചിറ്റപ്പൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരും. നിങ്ങളുടെ കാര്യത്തിലും എനിക്കൊരു ശ്രദ്ധയുണ്ടാവും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ കാണണം. അതെന്റെ ഒരു വീക്ക്നെസ്സാ. പിന്നെന്താ, കോട്ട ഉണ്ടാവണം. എന്ത് കോട്ട? എമർജൻസി കോട്ട. ആ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. വരുമ്പോ റമ്മ കൊണ്ടെന്നോളട്ടാ. വരും. Yes? From Bangalore camp? Okay, connect me. Yes, Nambiar here. എപ്പോ? എവിടെ വെച്ച്? എന്നിട്ട്? My God. എന്താ വല്ലാതിരിക്കുന്നേ? ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? എന്ത് പറ്റി? നമ്മുടെ സണ്ണി സണ്ണി ബാംഗ്ലൂരിൽ വെച്ച് സണ്ണി ഓടിച്ചിരുന്ന കാറിൽ ഒരു ട്രക്ക് വന്നിടിച്ചു. എന്നിട്ട്? സണ്ണി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഡെയ്സിയും കുഞ്ഞും മരിച്ചു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയൊരു ദുരന്തം സംഭവിക്കാൻ അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഫേറ്റ് അല്ലാതെന്ത് പറയാം. സുസന, അടുത്ത ഫ്ലൈറ്റിന് തന്നെ നമുക്ക് പോകണം. ഞാൻ വരുന്നില്ല രാജേട്ടാ. എനിക്കിതൊന്നും കാണാനുള്ള ധൈര്യമില്ല. ശരി, എങ്കിൽ ഞാൻ പോയിട്ട് വരാം.
പക്ഷെ അവനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? സണ്ണി അടക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അകത്തുണ്ട്, വരൂ. ഒരു ട്രക്ക് നിയന്ത്രണം വിട്ട് കാറിൽ വന്നിടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ബോധം വീണപ്പോ ഹോസ്പിറ്റലില. പിന്നാണ് അറിഞ്ഞത് ഞാൻ മാത്രം ഡോർ തുറന്ന് തെറിച്ച്. എന്റെ മോൾ എന്റെ മടിയിലിരുന്നിട്ട് ഡെയ്സിയുടെ മടിയിലോട്ട് പോയതേ ഉള്ളൂ. എന്റെ ഡെയ്സിയും പോയി, മോളും പോയി. എന്തിനാ ദൈവം എന്നെ മാത്രം വിട്ട് കളഞ്ഞത്? എന്നെ ഡെയ്സിയും മോളും ഇവിടൊക്കെ ഉണ്ട്, എന്നെ വിട്ടു പോയിട്ടില്ല. തിരിച്ചു പോരും മുമ്പ് യാത്ര ചോദിച്ചപ്പോ സണ്ണിയും അമ്മയും പെങ്ങന്മാരും കൂടെ കൂട്ടടക്കം ഒരു കരച്ചിൽ കരഞ്ഞു. ഓ, സഹിക്കാൻ കഴിഞ്ഞില്ല. ആ, മോള് ചിറ്റപ്പനെ മറന്നോ? ഇപ്പൊ വണ്ടി വരും. ജീപ്പിന്റെ ഒച്ച കേട്ടോ? ആ, അത് വന്നു. വാ. ജി സാബ്. ആ, ചിറ്റപ്പനെ പോന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഹായ്. നാട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് വിശേഷമൊന്നുമില്ല, പക്ഷേ വിശേഷമുണ്ട്. ബാംഗ്ലൂരില് ഞാൻ വെറുതെ ബാംഗ്ലൂർ വരെ ഒന്ന് പോയിരുന്നു. അവിടെ നിന്ന് നേരിട്ടിട്ടുള്ള വരവാ. എന്താ വിശേഷിച്ച്? സണ്ണിയെ കാണാൻ ഞാൻ വീട്ടിൽ പോയിരുന്നു. കാണാൻ കഴിഞ്ഞില്ല. മിലിറ്ററി ജയിലില്ല. എന്ത്? മിലിറ്ററി ജയിലില്? അതെ. ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണശേഷം അമിതമായ മദ്യപാനം തുടങ്ങി. മദ്യപിച്ച് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മാറി കുത്തിവെച്ചെന്നോ അടിയുണ്ടാക്കിയെന്നൊക്കെയാ കേൾവി. ഏതായാലും കോർട്ട് മാർഷൽ ചെയ്ത് 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ജോലിയും പോയി. അവനിതെന്തു പറ്റി? ഡെയ്സിയുടെയും കുഞ്ഞിന്റെയും മരണം സണ്ണിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഏതു നേരവും മദ്യപിച്ച് കുഞ്ഞിന്റെ പേരും പറഞ്ഞ് കരച്ചിലായിരുന്നു എന്നാ അമ്മച്ചി പറഞ്ഞത്. അവസാനം മാനസികാശുപത്രി തൊട്ട് ജയില് വരെ എത്തിയ കാര്യങ്ങൾ. നീ ഒന്ന് അവിടം വരെ പോയി. എങ്ങനെയാ ഈ അവസ്ഥയിൽ അവനെ ഞാൻ ജയിലിൽ പോയി കാണുന്നത്? സാബിനെ കാണണമെന്ന് പറഞ്ഞ ഒരാൾ ഗേറ്റിൽ വന്ന് ഭയങ്കര ബഹളം. നന്നായി മദ്യപിച്ചിട്ടുണ്ട്. ക്യാപ്റ്റനായിരുന്നു എന്നാ പറയുന്നത്. ക്യാപ്റ്റനോ? സിറ്റുവേഷൻ വയലന്റ് ആയി സാബ്. ഞാൻ വരുന്നു.
ഞാനിങ്ങി പോന്നു സൂസന്ന. എന്റെ എല്ലാം പോയി സൂസന്ന, എല്ലാം പോയി. ആകെ കാണാനും വരാനും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ. ഐ എം അലോൺ, ഓൾ അലോൺ. മോളിങ്ങി വാ, അങ്കിള് ആനയുടെയും തയ്യക്കാരന്റെയും കഥ പറഞ്ഞു തരാം. അതായിരുന്നു എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന കഥ. ചെല്ല് മോളെ, സന്യങ്ങളല്ലേ, ചെല്ല്. അവളുടെ അതേ മണം, അതേ ചൂട്. തന്നെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആകും. വരൂ, കമോൺ. തന്നെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം. ഒരു പുതിയ ജീവിതം. ഇനിയൊരു പുതിയ ജീവിതം. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? സമയം ഒരുപാടായി. കഴിക്കാൻ എടുത്തു വെച്ചെല്ലാം തണുത്തു. ഇനിയെങ്കിലും കഴിക്കാമായിരുന്നു. ആഹാരമൊക്കെ കഴിക്കാം. സൂസന്ന ഇരിക്കേ. വേണ്ട, എഴുന്നേക്കൂ, കഴിക്കാം. സൂസന്ന ഇരിക്കണം. എനിക്ക് ഈ ലോകത്ത് മനസ്സ് തുറക്കാൻ നിങ്ങൾ രണ്ടുപേരല്ല വേറെ ആരാ ഉള്ളേ? കേട്ടോ സൂസന്ന, രാജേട്ടൻ പറയുന്നു ഇനി ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന്. എന്റെ ഡേസിയുടെയും മോളുടെയും സ്ഥാനത്ത് സൂസന പോയിക്കോളൂ. കണ്ണി, കണ്ണി, സ്വന്തം എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? എന്റെ എന്ന് പറയാൻ എനിക്കിനി ആരുണ്ട്? ഐ എം ലോസ്റ്റ്, ഐ എം ലോസ്റ്റ്. ആരുമില്ല, ഇനി ആരുമില്ല. കണക്ക് മീ. എന്താ സൂസന? സണ്ണി 10 മണി കഴിഞ്ഞ് എഴുന്നേറ്റു. നേരെ വന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചിട്ട് കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞു. കട്ടൻ കാപ്പി കൊടുത്തപ്പോ അതിലോട്ട് റം എടുത്തൊഴിച്ച് കുടിച്ചിട്ട് രാവിലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിനെ മടിയിലെത്തി കളിപ്പിക്കില്ല. എനിക്ക് ആകെ പേടി തോന്നുന്നു. ഇതെവിടെ പറ്റില്ല. സണ്ണി എവിടുന്ന് മാറ്റണം. ഏയ്, ഒന്നും പേടിക്കാനില്ല. അവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഞാൻ ഉടനെ വരാം. ഓക്കെ? ഉച്ചയായപ്പോഴേക്കും ബോധം കെട്ട് കാണും. ബെഡ് കോഫിയോടൊപ്പം തുടങ്ങിയതല്ലേ. തുടരെ തുടരെ വന്ന് ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. രാവിലെ മറ്റ് ആഹാരമൊന്നും കഴിച്ചില്ല. He has become an alcoholic. എന്തായാലും രാജേട്ടൻ സണ്ണി ഇവിടുന്ന് മാറ്റണം. ക്ലബിലെങ്കിലും താമസിക്കട്ടെ. എനിക്കിത് താങ്ങാനാവില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിതൊക്കെ വെച്ച് പുറപ്പിക്കുമായിരുന്നു നീ കരുതുന്നുണ്ടോ? സണ്ണിയായി പോയില്ലേ? ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമാണോ? കടപ്പാടുകളുടെ കണക്കെടുത്താൽ നമുക്കും ഇല്ലേ ചിലതൊക്കെ? ഭാര്യയും കുഞ്ഞും മരിച്ച ആകെ തകർന്ന അവന് നമ്മളെയും നമ്മുടെ മകളെയും കാണുന്നതായിരിക്കും ആകെയുള്ളൊരാശ്വാസം. ഏതായാലും ഞാനിന്ന് കാര്യമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. അവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. രണ്ടു ദിവസം എന്നെ സഹിച്ച സൂസന്നയോട് നന്ദി. ഇന്നലെ രാത്രി വേണ്ടാത്തത് എന്തൊക്കെയോ രാജേട്ടനോടും പറഞ്ഞു. ഐ എം റിയലി സോറി. 4-5 ദിവസം ഞാൻ കോവളത്തോ പൊന്മുടിയിലോ ഒക്കെ ഉണ്ടാവും. ഐ വോണ്ട് സം മോർ ടൈം ടു ഗെറ്റ് സെറ്റിൽഡ്.
ആവശ്യമുള്ള അത്രത്തോളം സമയം എടുത്തോളൂ. പക്ഷെ എല്ലാം സെറ്റിൽഡ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങണം. അതോടെ എല്ലാം ശരിയാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ എവറിഥിങ്. राम साहब को बस स्टैंड तक छोड़ के आना. जी सर. വരട്ടെ. യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കുറെ ചുറ്റിയടിച്ച് കഴിയുമ്പോ ഒക്കെ ശരിയാവും. The commander is visiting our station on 26th. Speed breakers have to be painted, brochures have to be made, and the general cleanliness of our area have to be maintained. Yes, sir. And report the progress before 20th. Yes, sir. Okay, you may go. Thank you, sir. സാറിന് അത്യാവശ്യമായി പൊന്മുടി പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സാറിന്റെ ഒരു ഫ്രണ്ട് വൺ മിസ്റ്റർ സണ്ണി പൊന്മുടിയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നാണ് മെസ്സേജ്. കൊലയാളി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെയാണ് കൊല്ലപ്പെട്ടയാളും സാബും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയതെന്നാണ് അവർ പറഞ്ഞത്. സാബ് ഉടൻ തന്നെ പൊന്മുടിയിലെ എൻപോയിന്റിൽ എത്തണമെന്നും പറഞ്ഞു. ഒന്ന് വരണം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. സാർ ഒരു ആർമി മാനായതുകൊണ്ട് എന്തും നേരിടാനും സഹിക്കാനുമുള്ള ആത്മധൈര്യം ഉണ്ടാവുമെന്നറിയാം. പറഞ്ഞോളൂ. സാറിന്റെ സുഹൃത്തിനെ കൊല ചെയ്തത് സാറിന്റെ ഭാര്യയാണ് സൂസന്ന. നോ, ഇംപോസിബിൾ. അല്ല സാർ, അവര് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൊലക്കുറ്റം ഏൽക്കുകയായിരുന്നു. അവരിപ്പോ സ്റ്റേഷനിൽ ലോക്കപ്പിലുണ്ട്. സാർ ഒന്ന് കാണും. എന്തിനാ സൂസന്ന ഇത് ചെയ്തത്? കുന്നുകളയാൻ മാത്രം എന്ത് തെറ്റാ അവൻ നിന്നോട് ചെയ്തത്? പ്രതിക്ക് എന്തെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ക്രൂരമായ കുറ്റത്തിന് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ബഹുമാനപ്പെട്ട കോടതി തരണമെന്ന് മാത്രമേ എനിക്ക് കോടതിയോട് അപേക്ഷിക്കാനുള്ളൂ. സണ്ണി എന്ന ചെറുപ്പക്കാരനെ വൈരാഗ്യബുദ്ധിയോടെ കരുതിക്കൂട്ടി കൊലപ്പെടുത്തിയെന്ന കുറ്റം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തുകയും കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയുമായാൽ IPC 302 വകുപ്പ് അനുസരിച്ച് പ്രതിയെ ജീവപര്യന്തം തിരിക്കുന്നു. വിസ്താരവും വിധിയൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും എന്നോട് പറഞ്ഞൂടെ സൂസന്ന, എന്തിനാണ് ഇത് ചെയ്തത്? എന്നോട് അത് മാത്രം ചോദിക്കരുത്, ഞാൻ പറയില്ല. മോള് വളരുമ്പോൾ അമ്മയെ ചോദിച്ചാൽ ഇങ്ങനൊരു അമ്മ ജീവിച്ചിരിപ്പുള്ളതായി പറയരുത്. ഞാൻ പൂജിക്കുന്ന ദൈവങ്ങളുടെ കൂട്ടത്തിൽ
എന്നും രാജേട്ടനും ഉണ്ടാവും. ഇനി ഒരിക്കലും എന്നെ ഒന്ന് കാണാൻ പോലും രാജേട്ടൻ ശ്രമിക്കരുത്. രാജേട്ടൻ എന്നെ മറക്കണം, എന്നേക്കുമായി മറക്കണം. മറക്കണം, 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 മറക്കണം. സാർ, ഹോസ്പിറ്റലെത്തി. ഒരു മരണക്കിടക്ക എന്ന് തന്നെ പറയാം. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ആദ്യമൊക്കെ മിസ്റ്റർ നമ്പ്യാരെ ഒരിക്കലും അറിയിക്കരുതെന്ന് കർശനമായി പറഞ്ഞിരുന്നെങ്കിലും അവസാനമായപ്പോ എന്നോട് തന്നെ പറഞ്ഞു, മിസ്റ്റർ നമ്പ്യാരെ മോളെയും കാണണമെന്ന്. എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് പറയാണ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിൽ മുഴുവൻ ചോദിക്കണം. സൂസന്നയ്ക്കും പലതും പറയാൻ കാണും. ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു സമാധാനവും യാത്രയാവുന്നവർക്ക് അതൊരാശ്വാസമായിരിക്കും. സൂസന്ന, സൂസന്ന, സൂസന്ന. ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കൂ. അമ്മയുടെ മോളെ ക്ഷമിക്കേ. മോൾ അങ്ങളുടെ കൂടെ പോരെ, ഡാഡി ഇവിടെ ഇരിക്കട്ടെ. ഞാൻ മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ബ്രിഗേഡിൽ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ വൃന്ദാവൻ കോളനിയാണ് താമസം, നമ്പർ 10. ഓക്കെ. മോള് ഡോക്ടർ അങ്കിളിന്റെ കൂടെ ചെല്ല്. ഡാഡി അങ്ങ് വന്നേക്കാം. വരൂ മോളെ, വരൂ. സൂസന്നെ കാണാൻ ഞാൻ 4-5 തവണ സെൻട്രൽ ജയിലിൽ വന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും സൂസന്നെ എന്നെ കാണാൻ സമ്മതിച്ചില്ല. സാരമില്ല, ഇനി എപ്പോഴും ഞാൻ അടുത്ത് തന്നെ ഉണ്ടാവും. എന്നെ എപ്പോ കണ്ടാലും ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണാൻ സമ്മതിക്കാഞ്ഞത്. ഇനി ആ ചോദ്യം ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കട്ടെ. സൂസന്നെ ഇല്ലാതെയുള്ള എന്റെ ഏകാന്തമായ 10-11 വർഷം എനിക്കൊരുപാട് ഉത്തരങ്ങൾ തന്നു കഴിഞ്ഞു. അല്ല, രാജേട്ടനെല്ലാം അറിയണം. അല്ലെങ്കിൽ എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിച്ച രാജേട്ടനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാവും അത്. വേണ്ട സൂസന്ന, എനിക്കൊന്നും അറിയണ്ട.
ഇനി എനിക്ക് എന്റെ സൂസനെ തിരിച്ചു കിട്ടിയാൽ മതി. പോരാ, രാജേട്ടൻ എല്ലാം അറിയണം. ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപ് രാജേട്ടൻ അറിയാത്ത ഒരു രഹസ്യവും എനിക്കുണ്ടാവാൻ പാടില്ല. രാജേട്ടനെയും മോളെയും പിരിഞ്ഞുള്ള ജയിലിലെ ഏകാന്തതയിൽ 7-8 വർഷങ്ങൾ കരഞ്ഞു തീർത്ത പക്വതയിൽ നിന്നോ അറിവിൽ നിന്നോ ആവാം ഒരിക്കലും രാജേട്ടൻ അറിയരുതെന്ന് ഞാൻ കരുതിയ കുറെ സത്യങ്ങൾ എഴുതി വയ്ക്കാൻ എനിക്ക് ധൈര്യമുണ്ടായത്. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ രാജേട്ടനിൽ നിന്ന് ഒളിച്ചു വെച്ചിരുന്ന ആർക്കും അറിവില്ലാത്ത ഒരു അധ്യായം എനിക്കുണ്ടായിരുന്നു. സ്നേഹമെന്ന പദത്തിന്റെ എല്ലാ വിശുദ്ധിയോടും കൂടി ഞാനും സണ്ണിയുമായുള്ള ഒരു അധ്യായം. ഒരു പ്രാരാബ്ധം മറ്റൊരു പ്രാരാബ്ധത്തെ സ്നേഹിക്കുന്നു, അല്ലേ? സത്യത്തിൽ ഇന്നലെ സൂസന്നയുടെ വീട് കണ്ടപ്പോ എനിക്ക് എന്റെ വീടാണ് ഓർമ്മ വന്നത്. എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് കഴിയുന്ന പ്രായം ചെന്ന അമ്മയും എന്നിലൂടെ മാത്രം ഭാവി സ്വപ്നം കണ്ട് കഴിയുന്ന 3 പെങ്ങന്മാരും. ഒരു ജൂനിയർ ഡോക്ടറുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം ആ വീട് പുലരാൻ. നമ്മുടെ ആഗ്രഹം നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. സാരമില്ല, മറക്കാനും പൊറുക്കാനും കഴിയാത്ത ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല. പരസ്പരം സ്നേഹിച്ചു പോയി, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു പോയി, അത്രയല്ലേ ഉള്ളൂ. എന്റെ മനസ്സിൽ എന്നും സണ്ണിയെക്കുറിച്ച് നല്ല ഓർമ്മകളെ ഉണ്ടാവൂ. പൈങ്കിളി കഥകളിൽ വായിച്ചു മടുത്ത് കുടുംബ പ്രാരാബ്ധം പറഞ്ഞൊഴിഞ്ഞു മാറുന്ന നട്ടല്ലില്ലാത്ത ഒരു പ്രണയക്കോലമാണ് ഞാനെന്ന് എനിക്കറിയാം. ഒരുപാടൊക്കെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് പിന്നെ ഇതുപോലെ ഒറ്റയ്ക്ക് ഒരിക്കലും ഞങ്ങൾ കണ്ടിരുന്നില്ല. അഥവാ വല്ലപ്പോഴും ഹോസ്പിറ്റലിലെ ഇടനാഴികളിലോ വഴിയിലോ ഒക്കെ അവിചാരിതമായി കണ്ടുമുട്ടിയാൽ ഒരു നോട്ടം, ഒരു മന്ദഹാസം, അത്രമാത്രം. ആ ഇടയ്ക്കാണ് റോഡിൽ വെച്ച് ആകസ്മികമായി രാജേട്ടൻ എന്നെ കണ്ടുമുട്ടുന്നത്. രാജേട്ടൻ എന്നോട് വഴിയിൽ വെച്ച് 1-2 തവണ സംസാരിക്കാൻ ശ്രമിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ രാജേട്ടന്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാമായിരുന്ന സണ്ണി എന്നെക്കുറിച്ച് വല്ലാതെ ഭയന്നിരുന്നു. മേജർ ആശേർ നമ്പ്യാർ എനിക്കൊരു സുഹൃത്ത് എന്നതിലുപരി സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ്. പക്ഷേ സൂക്ഷിക്കണം. എന്തെങ്കിലും ചോദിച്ചാൽ ഉടക്കാനൊന്നും പോകണ്ട, വല്ലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയേക്കണം. അല്ലെങ്കിൽ അയാൾ വീണ്ടും ശല്യം ചെയ്യും. അതാ സ്വഭാവം. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷേ പിന്നീട് രാജേട്ടൻ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ സണ്ണി തന്നെയാണ് രാജേട്ടനെ വിവാഹം കഴിക്കാൻ എന്നെ വളരെയധികം നിർബന്ധിച്ചതും. എനിക്കിപ്പോ പഴയ കാമുകയുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കാമുകന്റെ അവസ്ഥ മാത്രമല്ല, ഒരു മൂത്ത ആങ്ങളയുടെയോ ഒരു അച്ഛന്റെയോ ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പോലെയാ സൂസന്നയ്ക്കൊരു നല്ല ജീവിതം. അത് മാത്രം കണ്ടാൽ മതി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ മറിച്ച് പറയുന്നത്, ഈ കല്യാണത്തിന് സൂസനെ സമ്മതിക്കണം. രാജേട്ടന്റെ പാസ്റ്റ് അഴുക്ക് ചാലുകൾ നിറഞ്ഞതായിരിക്കാം, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. തികഞ്ഞ ആത്മാർത്ഥതയോടെയാണ് രാജേട്ടൻ സൂസനെ ഇഷ്ടപ്പെടുന്നത്. സൂസനെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ സൂസന്നെ മാത്രമല്ല, സൂസന്നയുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ഞാനാ പറയുന്നത്, ഇതിന് സമ്മതിക്കണം. ഈ മൗനം സമ്മതമായി ഞാൻ കണക്കാക്കിക്കോട്ടെ. നീ ഒന്ന് രക്ഷപ്പെട്ട് കാണാനുള്ള കൊതി കൊണ്ടാ മോളെ. രാജേട്ടനോട് ഞാൻ സൂസനെ സമ്മതിച്ചൊന്ന് പറയാൻ പോവുക. അങ്ങനെ സണ്ണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെങ്കിലും ആ നിമിഷം മുതൽ എന്റെ മനസ്സിൽ രാജേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യകാലങ്ങളിലെ സന്തോഷകരമായ നമ്മുടെ ജീവിതം കണ്ട് നമ്മളെക്കാൾ സന്തോഷിച്ചിരുന്നതും സണ്ണിയാണ്. രാജേട്ടൻ വളരെ സന്തോഷവാനാണ്. സൂസന്നയ്ക്കും സന്തോഷമാണെന്ന് എനിക്കറിയാം. ആൻഡ് ഐ എം ഓൾസോ ഹാപ്പി. സണ്ണിയുടെ ഈ വലിയ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. സണ്ണി വേഗം ഒരു വിവാഹം കഴിക്കണം, എങ്കിലേ പൂർണ്ണമായ ഒരു സന്തോഷം എനിക്കുണ്ടാവൂ. പിന്നെ സണ്ണി ഇതുപോലെ ഒരിക്കൽ പോലും പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുനിഞ്ഞിരുന്നില്ല.
പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിൽ അപശ്രുതികളും സംശയങ്ങളും ഉണ്ടായപ്പോൾ ഞാൻ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും രാജേട്ടൻ തന്നെ സണ്ണിയോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ വേദനിച്ചതും സണ്ണി തന്നെയായിരുന്നു. സണ്ണി അപ്പോഴൊക്കെ നമ്മുടെ കുടുംബജീവിതം തകരാതിരിക്കാൻ എന്നെ സാന്ത്വനപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു തരം ഭ്രാന്താണ്. സ്വന്തം ഭൂതകാലം വെച്ച് ഭാര്യയെ അളക്കുന്നവർക്ക് സംഭവിക്കുന്ന ഭ്രാന്ത്. സാരമില്ല, ഇതൊക്കെ മാറും സൂസന്ന. എല്ലാം സ്വയം ബോധ്യപ്പെടും. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സഹിക്കണം, എല്ലാം പൊറുക്കണം. രാജേട്ടനിലൂടെ സൂസന്ന മാത്രമല്ല, ഒരു കുടുംബം മുഴുവനാണ് രക്ഷപ്പെട്ടത്. പിടിച്ചു നിൽക്കണം. രാജേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. എല്ലാം ശരിയാവും സൂസന്ന, ശരിയാവും. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് രാജേട്ടൻ നമുക്ക് പരസ്പരം പിരിയാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. അമ്മയ്ക്ക് സുഖമില്ലാതെ രാജേട്ടൻ നാട്ടിലേക്കും പോയതോടുകൂടി ഞാൻ ഈ ലോകത്താകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഒരിക്കലും ഇനി വെളിച്ചം കാണരുതെന്ന് ആഗ്രഹിച്ച് ഞാൻ കിടന്നു. പക്ഷേ ഒരു ഞെട്ടലോടെ വീണ്ടും ഞാൻ വെളിച്ചം കണ്ടു. സ്ഥലകാല ബോധം വീണ്ടും കിട്ടിയപ്പോൾ മനസ്സിലായി ഞാൻ ഏതോ ഹോസ്പിറ്റലിൽ എത്തിക്കപ്പെട്ടുവെന്ന്. She is all right now. I think she can be discharged today evening itself. സർ, ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോകാം കേട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ റൂമിലുണ്ടാവും. Please stop. സൂസന്നെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കുളിച്ച് ഫ്രഷ് ആവണം. ആഹാരം നല്ലതുപോലെ കഴിക്കണം, എന്നാലേ ക്ഷീണം മാറും. പൗലോസ് ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ രാത്രിയിലെ റൗണ്ട്സ് കഴിഞ്ഞ് ഇതുവഴി വരാം. Please stop. സത്യത്തിൽ എനിക്ക് സണ്ണിയോട് ഒടുങ്ങാത്ത പകയാണ് തോന്നിയത്. എല്ലാം അവസാനിപ്പിക്കാമെന്ന് കരുതിയിട്ടും സണ്ണി വീണ്ടും എന്നെ യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിന് വീണ്ടും ഉത്തരം കണ്ടെത്താൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. മാം സാബ് കുളിയൊക്കെ കഴിഞ്ഞു, ആഹാരവും കഴിച്ചു, സമാധാനമായി. വീട്ടിൽ പോയിട്ട് 2 ദിവസമായി. ഞാൻ പോയിട്ടൊന്ന് കുളിയും നനയെല്ലാം കഴിഞ്ഞിട്ട് വരാം. സൂസന്നയോട് എല്ലാം സാവധാനത്തിൽ സംസാരിക്കാമെന്ന് കരുതി. ഇത്രയും വേണ്ടിയിരുന്നു സൂസന്ന. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാനൊന്ന് ഒഴിവായി കിട്ടാൻ എന്ത് വില തരണമെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഭർത്താവിന്റെ കാല് പിടിച്ച് കെഞ്ചണോ? വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എന്റെ രക്ഷിതാവോ? ഇനി എന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യ തന്നെയാണ്. നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം രക്ഷിക്കും? എല്ലാം തെറ്റിപ്പോയി സൂസന്ന. എന്റെ എല്ലാ പ്രാരാബ്ധങ്ങളും മറന്ന് ഞാൻ സൂസന്നെ സ്വീകരിക്കണമായിരുന്നു. അതായിരുന്നു ശരി. നിങ്ങളുടെ ശരികളും തെറ്റുകളും ഇനി എന്നോട് പറയണ്ട. ആദ്യം എന്നെ മോഹിപ്പിച്ചിട്ട് കുടുംബ പ്രാരാബ്ദം പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുകയോ സ്നേഹിക്കുകയോ അല്ല, വേർക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ഇപ്പോൾ അയാൾക്കും വേണ്ടതായപ്പോൾ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അതിനെ സമ്മതിക്കില്ല? നോ, ഞാനത് അനുവദിക്കില്ല. എല്ലാ തെറ്റും എന്റേതാണ്.
ആ തെറ്റെന്നേക്കുമായി തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. രാജേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞ് സൂസനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സ്നേഹിക്കാനും മറക്കാനും ഒക്കെ കീ കൊടുത്ത തുള്ളുന്ന പാവയല്ല ഞാൻ. എനിക്ക് മടുത്തു, എല്ലാം മടുത്തു. എനിക്ക് മരിക്കണം, ഞാൻ മരിക്കും. ഇല്ല സൂസന, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്റെ സൂസനെ തിരിച്ചു വേണം. എന്നും സൂസനെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും സൂസനയുടെ നല്ലതിനു വേണ്ടിയേ ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. ആ തെറ്റ് ഞാൻ തിരുത്തുന്നു. ഐ വോണ്ട് യു. I don't want to lose you again. Susana, Susana, please. No, Susana. Susana. No. എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. രാജേട്ടൻ സൂസനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ നിമിഷം വരെയുള്ളത് മുഴുവൻ രാജേട്ടനോട് തുറന്നു പറഞ്ഞ് സൂസനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. രാജേട്ടൻ വന്നാലുടനെ ഞാൻ വരാം. എല്ലാം തുറന്നു പറയാൻ എന്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചു. രാജേട്ടന്റെ വരവിനായി ഞാനും സണ്ണിയും കാത്തിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാത്രി രാജേട്ടൻ വന്നു. ഞാൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജേട്ടൻ എന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. രാജേട്ടന് പറയാനുണ്ടായിരുന്നത് മുഴുവൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. എന്നെപ്പോലെ തന്നെ സണ്ണിയുടെ ധൈര്യവും ചോർന്നു. പക്ഷേ പിന്നീടുള്ള ഓരോ നിമിഷവും എന്റെ കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും രാജേട്ടനോടെല്ലാം തുറന്നു പറയാൻ സണ്ണിയെ നിർബന്ധിച്ചു. രാജേട്ടനെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ ഓരോ നിമിഷവും ഞാൻ നേരുകയാണ്. നമുക്കെല്ലാം തുറന്നു പറയാം. വഞ്ചനയല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ രാജേട്ടന്റെ നിലപാട് ഇങ്ങനെ മാറുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയതല്ല. ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്താൻ ഒരു വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി എല്ലാ തെറ്റുകളും തിരുത്താൻ മറ്റൊരു വലിയ തെറ്റ് കൂടി ചെയ്തേ നോക്കൂ. ഒരു ദുസ്വപ്നം പോലെ നടന്നതെല്ലാം മറക്കണം. അല്ലെങ്കിൽ സൂസന്നയുമായി പുതിയൊരു ജീവിതം സ്വപ്നം കാണുന്ന രാജേട്ടൻ തകർന്നു പോവും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടും. അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൂസന്നയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഞാൻ വരില്ല. That will be the end of everything. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിയാൻ സണ്ണി മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങുകയായിരുന്നു. സണ്ണിയുടെ സെൻഡ് ഓഫ് പാർട്ടി രാജേട്ടൻ നടത്തിയ ദിവസം ഞാൻ ഗർഭിണിയാണെന്ന് രാജേട്ടൻ പറയുമ്പോൾ മാത്രമാണ് സണ്ണിയും അതറിയുന്നത്. സണ്ണിയുടെ ജീവനാണ് എന്റെ ഉദരത്തിൽ വളരുന്നതെന്ന കുറ്റബോധം സണ്ണിയെ എന്നെയും ആകെ തളർത്തിയിരുന്നു. എനിക്ക് ഈ ട്രാൻസ്ഫർ കിട്ടിയത് ഇപ്പൊ എന്തുകൊണ്ടും ഭാഗ്യമായി. ഇനി നമ്മൾ തമ്മിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല.
കാണാതിരിക്കട്ടെ, അല്ലേ? സൂസന്നയുടെ കുട്ടി രാജേട്ടന്റെ കുട്ടി തന്നെയാണെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാറ്റിനും എന്നോട് ക്ഷമിക്കണം മോളെ. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. കാണരുതേ എന്ന് മാത്രമേ എന്റെ മനസ്സെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സണ്ണിയുടെ കല്യാണത്തിന് വരാതെ ഒഴിഞ്ഞു മാറിയതും പിന്നീട് ഡേസിയുടെയും മോളുടെയും മരണം അറിഞ്ഞിട്ട് പോലും കൂടെ വരാതിരുന്നതും. പക്ഷേ നമ്മൾ അന്ന് കോവളത്ത് വെച്ച അവിചാരിതമായി സണ്ണിയെ വീണ്ടും കണ്ടു. സണ്ണിയും കല്യാണം കഴിച്ച് കുടുംബവുമായി സന്തോഷമായി കഴിയുന്നുവെന്ന് കണ്ടപ്പോൾ എന്റെ മനസ്സാകെ ഒന്ന് തണുത്തു തുടങ്ങി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ രാജേട്ടൻ നടക്കാൻ പോയ സമയം മോൾ ഒറ്റയ്ക്ക് മുറിയുടെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്നു. ഡേസിയും കുഞ്ഞും ഉണർന്നിരുന്നുമില്ല. I didn't mean it. അറിയാതെ സംഭവിച്ചു പോയതാണ്. ഐ എം സോറി. സത്യത്തിൽ മോളെ സണ്ണിൽ ആളിക്കുന്നത് കണ്ടപ്പോൾ അയാൾ മനഃപൂർവ്വം മോളുടെ മേൽ സ്വന്തം പിതൃത്വം സ്ഥാപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അയാളോട് വെറുപ്പും വിദ്വേഷവും തോന്നി. എന്റെ മനസ്സിൽ എന്റെ രാജേട്ടനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാൻ സണ്ണിയോ ഞാനോ പരസ്പരം തുനിഞ്ഞതുമില്ല. അന്ന് വീണ്ടും പിരിഞ്ഞപ്പോൾ സമാധാനമേ തോന്നിയുള്ളൂ. പക്ഷേ ഡേസിയും കുട്ടിയും മരിച്ചുവെന്നറിഞ്ഞപ്പോൾ വേദനയേക്കാൾ എനിക്ക് ഭയമാണ് തോന്നിയത്. ആ ഭയം അസ്ഥാനത്തായിരുന്നില്ല. ഞാൻ ഭയന്നിരുന്നത് പോലെ തന്നെ സണ്ണി വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്നു. ആ വരവാണ് നമ്മുടെ ജീവിതം ആകെ തകിടം മറിച്ചത്. രാജേട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ സണ്ണിയുടെ രൂപം ആകെ മാറി. നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്നത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ഡേസി, എന്റെ മോള്, എന്റെ ജോലി, എല്ലാം. ഇനി ആകെ ഈ ലോകത്ത് എന്റേതെന്ന് അവകാശപ്പെടാൻ എനിക്കുള്ളത് നമ്മുടെ മോള. അവളെ എനിക്ക് വേണം. നിങ്ങളുടെ മകളോ? ഞാൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണ്. നിന്റെ രാജശേഖരൻ നമ്പ്യാരുടെ മകളാണ്. അവളെ അവകാശപ്പെടാൻ നിങ്ങളാരാ? സൂസന്ന രാജശേഖരൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണെന്നുള്ളത് പരമമായ സത്യം. പക്ഷേ രണ്ടാമത് പറഞ്ഞത് പച്ചക്കള്ളം. സത്യം നിനക്കും എനിക്കും മാത്രം അറിയാം. അതുകൊണ്ടാണ് ഞാൻ അവളെ അവകാശപ്പെടുന്നത്. ഞാൻ അവളുടെ തന്ത. അങ്ങനെയല്ല എന്നെന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങാ? പ്ലീസ്, ഒരപേക്ഷയേ ഉള്ളൂ. നിങ്ങളായി തന്ന ജീവിതം നിങ്ങളായി തന്നെ നശിപ്പിക്കരുത്. ജീവിതത്തിൽ സ്വാർത്ഥനായിരുന്നെങ്കിൽ നീ എന്നെ എന്റേത് മാത്രമാകുമായിരുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടി നിന്നെ ആദ്യം ഞാൻ ത്യജിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയപ്പോഴും സുഹൃത്തിന്റെ ജീവിതം തകരാതിരിക്കാൻ വേദനയോടെ മനഃപൂർവ്വം മറന്നു. പണ്ട് സംഭവിച്ചു പോയൊരബദ്ധം ഇന്നെല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ആകെയുള്ളൊരാശ്വാസമായി. എനിക്കെന്റെ മോളെ വേണം സൂസന്ന. നിന്നെ മറന്നിട്ടല്ല. നീയും എന്റെ കൂടെ പോര്. നിന്നെ ഞാൻ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴെന്ന് മാത്രമല്ല, സണ്ണി സൂസന്നെ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അന്നും ഇന്നും എന്നും ഞാൻ സൂസന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മോളുമായി എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാൻ സൂസന്ന. ഐ വോണ്ട് എ ലൈഫ്. സണ്ണി, നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്?
എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കെന്നല്ല, ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും കഴിയില്ല. സണ്ണി പ്ലീസ്, എന്റെയും എന്റെ കുഞ്ഞിന്റെയും എന്റെ രാജേട്ടന്റെയും ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ശരി, നിന്റെയും നിന്റെ രാജേട്ടന്റെയും ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതം നീയും നശിപ്പിക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെങ്കിലും തിരിച്ചു കിട്ടണം. സണ്ണി, അല്ലെങ്കിൽ എനിക്ക് എല്ലാം രാജേട്ടനോട് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്ന് പറയും. ഐ വാണ്ട് മൈ ചൈൽഡ്, മൈ ഓൺലി ചൈൽഡ്, മൈ വൺ ആൻഡ് ഓൺലി ചൈൽഡ് ഇൻ ദിസ് വേൾഡ്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചിട്ടും അയാളുടെ മനസ്സ് മാറിയില്ല. എനിക്ക് അവസാനം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. മോളെ കൈമാറാമെന്ന് ഞാൻ സമ്മതിച്ചു. അതിനായി പൊന്മുടിയിലെ എൻഡ് പോയിന്റിൽ പിറ്റേ ദിവസം കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് അയാൾ പോയി. പക്ഷേ കൊണ്ടുവന്നില്ല. ഞാൻ അവസാനമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു പോണം. എനിക്കെന്റെ കുഞ്ഞിനെ പിരിയാൻ കഴിയില്ല. എങ്കിൽ നമുക്ക് നമ്മുടെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാം. എനിക്കെന്റെ രാജ്യത്തിനും പിരിയാൻ കഴിയില്ല. Then you are trying to cheat me. No. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ഒന്നുകിൽ എന്റെ കുഞ്ഞിനെ ഞാൻ അപഹരിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എല്ലാം രാജേട്ടനോട് തുറന്ന് പറഞ്ഞ് നിന്നെ മോളെയും കൂട്ടിക്കൊണ്ടു പോവുക. അതുമല്ലെങ്കിൽ ആത്മഹത്യ. അതിനുള്ള ധൈര്യം എനിക്കില്ലാഞ്ഞിട്ടല്ല. നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നില്ല സൂസന്ന. എനിക്ക് ഇവളുടെ കൂടെ എങ്കിലും ഒന്ന് ജീവിക്കണം. എങ്കിൽ എനിക്ക് തന്നെ കൊല്ലേണ്ടി വരും. സൂസന്നയ്ക്ക് ഒരിക്കലും സണ്ണിയെ കൊല്ലാൻ കഴിയില്ല. ശരിയാണ്, പക്ഷേ എന്നെ കൊണ്ട് ആ പാപം ചെയ്യിക്കരുത് സണ്ണി. മാംസദാഹത്തിന്റെ കറപുരളാത്ത സ്നേഹം മാത്രം തന്നിട്ടുള്ള സണ്ണി, ഒരു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും മനസ്സിന്റെ ഒരു കോണിൽ അടക്കിപ്പിടിച്ച് സൂസന്നയ്ക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി എല്ലാം ത്യജിച്ച് മാറി നിന്ന നിന്റെ സണ്ണി, മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിച്ചിട്ടും നിന്നെ ഒരു പൂജാപുഷ്പം പോലെ സ്വീകരിക്കാൻ തയ്യാറായ നിന്റെ സണ്ണി, എനിക്കുറപ്പുണ്ട് നിന്റെ ഉള്ളിന്റെ ഉള്ളിലെന്നും ഞാനും മോള് മാത്രമേ ഉള്ളൂന്ന്. മറ്റുള്ളതൊക്കെ ഒരു അഭിനയം മാത്രം. എനിക്കറിയാം. എന്റെ മനസ്സിൽ എന്റെ രാജ്യത്തിന് എന്റെ മോള് മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ?
then shoot me. നിന്റെ മനസ്സും നിന്നിൽ ജനിച്ച കുഞ്ഞിന്റെ കുതിർത്തവും നിഷേധിക്കപ്പെട്ട നിന്റേതല്ലാതായി തീർന്ന ഈ സണ്ണി പിന്നെ എന്തിന് ജീവിച്ചിരിക്കണം? ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം? Shoot me. Come on, shoot me. ഒരുമിക്കാൻ കഴിയാതെ പോയ നീയും ഞാനും നമ്മുടെ കുഞ്ഞും എന്നും ഈ ഹൃദയത്തിന്റെ സ്വപ്നമായിരുന്നു. സുസന്ന, ഐ ലവ് യു. സത്യത്തിൽ തോക്കിന്റെ കാഞ്ചി വലിച്ചത് സണ്ണിയുടെ വിരലുകളായിരുന്നെങ്കിലും സണ്ണിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കണമെന്ന് തന്നെ തോന്നി. കാരണം മനഃപൂർവ്വം അല്ലെങ്കിലും ഭർത്താവിനെ വഞ്ചിച്ച് ജീവിച്ച ഞാൻ ഇങ്ങനെയെങ്കിലും ഒരു ശിക്ഷ അർഹിക്കുന്നു. ഒരു പുരുഷനും പൊറുക്കാനാവാത്ത ഈ തെറ്റിന് ഞാൻ ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ എന്റെ ഹൃദയസ്പന്ദനങ്ങളിൽ ഇന്നും രാജേട്ടിന് മൂലമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സ്മിതമുള്ള പൊന്നു പോലെ. ഹൃദയപൂർവ്വം, സൂസന്ന. Yes, Jayasekaran here. സൂസന്ന, 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 ഞാനാ രാജേട്ടൻ. ഒപ്പം നമ്മുടെ മോളുണ്ട്. എനിക്കെന്റെ സൂസന്നെ വേണം. ഐ വാണ്ട് യു. എന്റെ സൂസന്ന എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഐ വാണ്ട് യു ബാക്ക്. സൂസന്ന, 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 സൂസന്ന. Oh,